US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമർപ്പിച്ച 20-ദിന പദ്ധതിയുടെ ആദ്യഘട്ടം നടപ്പാക്കുന്നത് ചർച്ച ചെയ്യാനുള്ള നിർണായക യോഗം ഈജിപ്തിലെ ഷറം ഷെയ്ഖിൽ തുടരുകയാണ്. ഇസ്രായേലും ഹമാസും മധ്യസ്ഥ രാജ്യങ്ങളും സാന്നിധ്യത്തിൽ ചർച്ച ആരംഭിച്ചു. നാളെയും ചർച്ച തുടരും. ചർച്ചയുടെ പുരോഗതി ഉണ്ട് എന്നാണ് അമേരിക്ക അറിയിച്ചിരിക്കുന്നത്. നടപടിക്രമങ്ങൾ വേഗത്തിലാക്കണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശിച്ചിട്ടുണ്ട്. സൈനിക പിന്മാറ്റവുമായി ബന്ധപ്പെട്ടാണ് ഈജിപ്ത് ചർച്ചയുടെ പ്രധാന ഊന്നൽ. ഗസയിൽ ആക്രമണം നിർത്തിയിട്ടില്ലെന്ന് ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ട്. യൂറോപ്പിനെ പ്രകമ്പനം കൊള്ളിച്ച് പലസ്തീൻ ഐക്യദാർഢ്യ റാലികൾ ഇപ്പോഴും തുടരുകയാണ്. ഇസ്രായേൽ ജയിലിൽ 42 ഫ്ലോട്ടിലെ ആക്ടിവിസ്റ്റുകൾ നിരാഹാരം തുടരുന്നതിനിടെ ഗസയ്ക്ക് പിന്തുണയുമായി കൂടുതൽ ഫ്ലോട്ടിലുകളും. ദുബൈയിൽ നിന്ന് MC നാസറും ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് BK സുഹൈലും ചേരുന്നുണ്ട്. ആദ്യം MC നാസറിലേക്ക്. നാസർ, വലിയ പ്രതീക്ഷ വെടിനിർത്തൽ എന്നതിലുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ചർച്ചകൾ ആദ്യഘട്ടം എന്നോണം എപ്പോഴായിരിക്കും അതിലേക്ക് കടക്കുന്നത്? ട്രംപ് നൽകുന്ന വാക്കിനെ എത്രത്തോളം വിശ്വസിക്കുന്നുണ്ട് പലസ്തീൻ? ഏതാണ്ട് ഈ അരുങ്കല വംശഹത്യ നാളെ 2 വർഷം പൂർത്തീകരിക്കപ്പെടുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ കെയ്റോയിൽ നിർണായകമായിട്ടുള്ള ഈ ചർച്ച തുടരുന്നത്. ഹമാസിന്റെയും അതോടൊപ്പം തന്നെ ഇസ്രായേലിന്റെയും പ്രതിനിധികളുണ്ട്. അതോ മധ്യസ്ഥ രാജ്യങ്ങളുടെ ഖത്തർ, ഈജിപ്ത് എന്നിവയ്ക്ക് പുറമെ അമേരിക്കയുടെ 2 പ്രധാനപ്പെട്ട പ്രതിനിധികളും ഈ ചർച്ചയിൽ സംബന്ധിക്കുന്നുണ്ട്. ചർച്ചയുടെ വിശദാംശങ്ങളൊന്നും തന്നെ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. പക്ഷേ അമേരിക്കൻ വൃത്തങ്ങൾ നൽകുന്നത് ചർച്ച ശരിയായ ദിശയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ എത്ര ദിവസം ഈ ചർച്ച നീണ്ടുപോകും എന്നത് സംബന്ധിച്ച കൃത്യമായിട്ടുള്ളൊരു ഉത്തരം മധ്യസ്ഥ രാജ്യങ്ങളോ അമേരിക്കയോ ഇനിയും പുറത്തുവിട്ടിട്ടില്ല. ഒരുപക്ഷെ ദിവസങ്ങൾ നീണ്ടേക്കുമെന്ന ഒരു സൂചനയാണ് കെയ്റോയിൽ നിന്നും ലഭ്യമാവുന്നത്. പക്ഷേ എത്രയും പെട്ടെന്ന് ചർച്ച പൂർത്തീകരിക്കണം, ചർച്ച അനിശ്ചിതമായിട്ട് നീട്ടിക്കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്ന് ട്രംപ് മധ്യസ്ഥ രാജ്യങ്ങളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏറ്റവും അനിവാര്യമായിട്ടുള്ള നിർബന്ധിത സ്വഭാവത്തിലുള്ള നീക്കങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം എന്നത് ഈ സൈനിക പിന്മാറ്റവുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. കാരണം ആക്രമണം നിർത്തുക എന്നത് 2 ദിവസം മുമ്പ് ട്രംപ് ആക്രമണം നിർത്തിയതിന് ഇസ്രായേലിനെ അഭിനന്ദിച്ചിരുന്നു. പക്ഷേ ഈ വെള്ളിയാഴ്ചക്കകം ഈ 3 ദിവസത്തിനുള്ളിൽ തന്നെ 130ഓളം പേരാണ് കൊല്ലപ്പെട്ടത്. അപ്പോൾ അത്രയും വ്യാപ്തിയുള്ള ഒരു ആക്രമണം ഒരു ഭാഗത്ത് തുടരുമ്പോൾ എന്ത് കണ്ട് തങ്ങൾക്ക് ഇത്തരമൊരു ചർച്ചയിൽ ഒരു ഉടമ്പടിയിലേക്ക് നീങ്ങാൻ സാധിക്കുമെന്ന ന്യായമായിട്ടുള്ള ഒരു ചോദ്യം ഹമാസ് നേതൃത്വം ഉയർത്തിയിട്ടുണ്ട്. ഇത്തരമൊരു പശ്ചാത്തലത്തിൽ ഇന്ന് ഇപ്പോൾ ആക്രമണത്തിൽ ചെറിയ കുറവ് വന്നതായി ഗസയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. പക്ഷേ ആക്രമണം അവസാനിപ്പിച്ചിട്ടില്ല എന്ന് ഇസ്രായേൽ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പോൾ ആക്രമണം നിർത്തുക, അതോടൊപ്പം തന്നെ സൈനിക പിന്മാറ്റം ഉറപ്പാക്കുക, ഈ 2 കാര്യങ്ങളിൽ ഊന്നിക്കൊണ്ടാണ് ഇപ്പോൾ ചർച്ച മുന്നോട്ട് പോകുന്നത്. ഹമാസും ഇസ്രായേലും തമ്മിലുള്ള നേരിട്ടല്ലാതെയുള്ള മധ്യസ്ഥ രാജ്യങ്ങളുടെ സാന്നിധ്യത്തിലുള്ള ഈ ചർച്ച 2 or 3 ദിവസത്തിനുള്ളിൽ പൂർത്തീകരിക്കണമെന്നാണ് ഇസ്രായേൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇനിയും അനിശ്ചിതമായിട്ട് ഈ ചർച്ച നീണ്ടുപോവുകയാണെങ്കിൽ തങ്ങൾ ആക്രമണം കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന മുന്നറിയിപ്പ് അവർ നൽകിയിട്ടുണ്ട്. എന്തായാലും അമേരിക്കയും ഇസ്രായേലുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിലൂടെ ഈ സൈനിക പിന്മാറ്റത്തിന്റെ കൃത്യമായിട്ടുള്ള ഒരു സ്ഥലം നിർണ്ണയിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഹമാസിന് കൈമാറിയതായിട്ടാണ് ഇപ്പോൾ ഔദ്യോഗിക വൃത്തങ്ങൾ തന്നെ സ്ഥിരീകരിക്കുന്നത്. ഇനി ഹമാസ് അത് അംഗീകരിക്കുകയാണെങ്കിൽ ഈ ചർച്ചയിൽ പുരോഗതി ഉണ്ടാവും. അതല്ല, ഗസയിൽ നിന്ന് തന്നെ സൈന്യം പിന്മാറണം, അത്തരമൊരു ഘട്ടത്തിൽ മാത്രമേ തങ്ങൾക്ക് ഈ ബന്ദികളെ 20ഓളം ജീവനോടെയുള്ള ബന്ദികളെയും അതോടൊപ്പം തന്നെ 28 ബന്ദികളുടെ മൃതദേഹങ്ങളും കൈമാറണമെങ്കിൽ ഗസയിൽ നിന്ന് സൈന്യം പിന്മാറണം എന്ന ഒരു നിലപാടിലേക്ക് ഹമാസ് എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് അംഗീകരിക്കാൻ ഈ ഘട്ടത്തിൽ സാധ്യമല്ല എന്നാണ് ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും അടുത്ത 2 ദിവസങ്ങൾ വളരെ നിർണായകമായിരിക്കും. അതോടുകൂടി മാത്രമായിരിക്കും ഈ ചർച്ച വിജയിക്കുമോ, ഈ അരുങ്കല അവസാനിക്കുമോ എന്ന ചോദ്യം ഉയരുന്നത്. ഇത് ആദ്യഘട്ടം മാത്രമാണ്. തുടർന്നുള്ളത് ഹമാസിന്റെ നിരായുധീകരണം, അതോടൊപ്പം തന്നെ യുദ്ധാനന്തര ഗസയുടെ ഭാവി, പുതിയ ഒരു ബദൽ സർക്കാർ രൂപവൽക്കരണം ഉൾപ്പെടെയുള്ള ഏറ്റവും സങ്കീർണമായിട്ടുള്ള വിഷയങ്ങൾ വേറെയും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ബന്ദികളുടെ ജീവൻ തിരിച്ചു കിട്ടുക എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനമെന്നാണ് ഇസ്രായേലിലെ പൊതുസമൂഹവും പ്രതിപക്ഷവും ഒക്കെ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് വലിയ സമ്മർദ്ദം ഇസ്രായേലിൽ നെതന്യാഹു നേരിടുന്നുണ്ട്. ജെറൂസലമിലും തെല്ലവീവിലും ഒക്കെ ഇന്നും വലിയ തോതിലാണ് ജനങ്ങൾ ഈ ബന്ദിമോചനത്തിന് വേണ്ടി രംഗത്ത് വന്നിരിക്കുന്നത്. കാരണം ഏത് ഘട്ടത്തിലും മുമ്പുള്ള ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ഈ സാധ്യതയെ അട്ടിമറിക്കാനും അങ്ങനെ ഒരു
വെടിനിർത്തലിനുള്ള നല്ലൊരു അവസരത്തെ നഷ്ടപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് എന്ന ഒരു ആശങ്ക അവർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും അമേരിക്കൻ നേതൃത്വത്തിന്റെ സജീവമായിട്ടുള്ള ഇടപെടൽ ഉള്ളതുകൊണ്ട് അത്തരമൊരു നീക്കത്തിൽ നിന്ന് നെതന്യാഹുവിനെ പിന്തിരിപ്പിക്കാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയിലാണ് ബന്ദികളുടെ ബന്ധുക്കൾ ഉള്ളത്. അതോടൊപ്പം തന്നെ ഈ ബന്ദികളുടെ ബന്ധുക്കൾ ഇന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ട്രംപിന് എത്രയും പെട്ടെന്ന് നൽകണമെന്ന ഒരു നിർദ്ദേശം കൂടി ബന്ദികളുടെ ബന്ധുക്കളും പ്രതിപക്ഷ പാർട്ടികളും മുന്നോട്ട് വെച്ചിട്ടുമുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ കുറെ കൂടി ശക്തമായിട്ട് ട്രംപ് ഇക്കാര്യത്തിൽ ഇടപെടും എന്നൊരു നിർണായകമായ യോഗമാണ് സമാധാന പദ്ധതിയിലെ ട്രംപിന്റെ സമാധാന പദ്ധതിയിലെ ആദ്യഘട്ടം എന്നോണമുള്ള അതാണ് പ്രധാന അജണ്ട. യോഗം ഇപ്പോഴും തുടരുകയാണ്. അത് അത്ര നിർണായകമാണ് എന്നുള്ളതാണ് ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട്. BK സുഹൈൽ ചേരുന്നുണ്ട്. സുഹൈൽ, നമ്മൾ കണ്ടത് ഈ സമാധാന പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് നെതന്യാഹുവും ട്രംപും ഈ പറയുന്ന 20 പദ്ധതികൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ ലോകരാജ്യങ്ങൾ അതിനുശേഷമുള്ള ഓരോ ദിവസവും പ്രതികരിച്ചത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ആ പ്രതിഷേധങ്ങൾ തുടരുകയാണ്. പലസ്തീൻ പതാക ലോകം മുഴുവൻ വീശിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് ലോകം ഇതിനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്? ചർച്ച ഗസയിൽ നിന്ന് നല്ല വാർത്തകൾ വരും എന്നുള്ളതാണ് കൈറോയിലേക്ക് കണ്ണു നട്ടിരിക്കുന്ന മുഴുവൻ ലോകത്തിന്റെയും ഒരു പ്രതീക്ഷ. ഏതായിരുന്നാലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടത് ഒക്ടോബർ 7 ആക്രമണത്തിന്റെ ഒരു വാർഷികം എത്തുന്ന ഈ ഘട്ടത്തിൽ ലോകം മുഴുവൻ ഫലസ്തീന്റെ കൂടെ നിൽക്കുകയും ലോകം ഇസ്രായേൽ ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറുഭാഗത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ കാണുന്നത് ഗസക്കുള്ളിൽ വലിയ ഒരു പ്രതീക്ഷയോട് കൂടി തന്നെ ഈ ഒരു വെടിനിർത്തൽ ഉണ്ടാകും എന്ന പ്രതീക്ഷയോട് കൂടി നിൽക്കുമ്പോൾ മറുഭാഗത്ത് വലിയ നിരാശയാണ് കണ്ടത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള ആത്മവിശ്വാസം ചോരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഏതായിരുന്നാലും ഈജിപ്തിലെ കൈറോയിലെ ഷർം ഷെയ്ഖിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ അവിടെ ഏറ്റവും സുപ്രധാന നേതാക്കൾ തന്നെയാണ് അവിടേക്ക് എത്തിയിട്ടുള്ളത്. ഹമാസിന്റെ ഏറ്റവും മുതിർന്ന നേതാവ്, ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ ഖലീൽ ഹയ്യ തന്നെയാണ് ഹമാസിന്റെ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത്. അതേപോലെ തന്നെ കഴിഞ്ഞ മാസം ദോഹയിൽ നടത്തിയ ആക്രമണത്തിൽ ആ ആക്രമണത്തിന് നിന്ന് വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ട നേതാക്കൾ തന്നെ അവിടെ ചർച്ചയ്ക്കെത്തിയിരിക്കുന്നു എന്നുള്ളത് കൗതുകകരമായ കാര്യമാണ് എന്ന് മാത്രമല്ല ഇസ്രായേലിന് അത് വലിയ തിരിച്ചടി കൂടിയാണ്. ഇസ്രായേൽ വിചാരിച്ചത് ഹമാസിനെ അങ്ങ് ഇല്ലാതെയാക്കി കളയാം ഈ ഒരു കാലത്തിനുള്ളിൽ, അങ്ങനെ ഒക്ടോബർ 7 ആകുമ്പോഴേക്കും ആക്രമണം അവസാനിപ്പിക്കാം എന്ന ഒരു കണക്കുകൂട്ടിലായിരുന്നു ഇസ്രായേലെങ്കിൽ ഇപ്പോൾ ഏറ്റവും മുമ്പന്തിയിൽ നിൽക്കുന്നത് ഹമാസിന്റെ ആ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കുന്നത് അമേരിക്ക ഹമാസിന് ഒരു ഉറപ്പ് നൽകി. ഈ തുർക്കിയുടെയും അതേപോലെ തന്നെ ഖത്തറിന്റെയും എല്ലാം മധ്യസ്ഥ മുഖേന തന്നെ ഹമാസിന്റെ നേതാക്കളെ ഇനി ഇസ്രായേൽ വധിക്കില്ല എന്ന് ഉറപ്പ് നൽകി എന്നതടക്കമുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ മറുഭാഗത്ത് നമ്മൾ കാണുന്നത് ഈ ചർച്ച ഏറ്റവും കൂടുതൽ ഇപ്പോൾ കേന്ദ്രീകരിച്ചിരിക്കുന്ന 2-3 വിഷയങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് ഏതൊക്കെ പലസ്തീൻ തടവുകാരെയാണ് ഇസ്രായേൽ മോചിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. ബന്ദികളുടെ കൈമാറ്റമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഈ ചർച്ചയിൽ, ഇന്ന് കൈറോയിൽ നടക്കുന്ന ചർച്ചയിൽ ഇസ്രായേൽ ഉന്നയിക്കുന്നത്. ഏറ്റവും ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഏത് തടവുകാരെ വിട്ടയക്കണം എന്നുള്ള കാര്യത്തിലാണ്. അതിൽ പലസ്തീന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ന്യായം എന്ന് പറയുന്നത് ഈ ഒരു 48 തടവുകാരെയാണ് ഹമാസ് മോചിപ്പിക്കാനുള്ളത്. അതിൽ 20 പേർ ജീവിച്ചിരിക്കുന്ന ആളുകളാണ് എന്ന കണക്കുണ്ട്. ബാക്കി 28 പേരാണ് മരിച്ച ആളുകൾ. ഇവരെല്ലാവരെയും ഒറ്റയടിക്ക് തന്നെ മോചിപ്പിക്കണം എന്നുള്ളതാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയിട്ടുള്ള നിർദ്ദേശത്തിൽ പറയുന്നത്. അതിന് പകരമായി മോചിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ നുഹ്ബ ഫോഴ്സിലെ ആളുകളെ മോചിപ്പിക്കാൻ പാടില്ല എന്നുള്ള നിലപാടിൽ, അല്ലെങ്കിൽ ഒരിക്കലും നുഹ്ബ ഫോഴ്സിലെ ആളുകളെ മോചിപ്പിക്കില്ല എന്ന നിലപാടിലേക്ക് ഇസ്രായേൽ പോവുകയാണ്. നുഹ്ബ ഫോഴ്സ് എന്ന് പറയുന്നത് ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽഖസാം ബ്രിഗേഡിലെ ഏറ്റവും അത്യുന്നതമായ എലൈറ്റ് ഫോഴ്സ് എന്ന് പറയുന്നതാണ് നുഹ്ബ ഫോഴ്സ്. അവരാണ് ഒക്ടോബർ 7 ആക്രമണത്തിൽ പങ്കാളികളായിട്ടുള്ളത്. ആ ആക്രമണത്തിൽ പങ്കാളികളായിട്ടുള്ള ആളുകൾ അടക്കമുള്ള നുഹ്ബ ഫോഴ്സിലെ ആളുകളെ ഒരിക്കലും മോചിപ്പിക്കില്ല എന്ന നിലപാടെടുക്കുന്നു. പക്ഷേ തീർച്ചയായും അവരെ മോചിപ്പിക്കണം എന്ന നിലപാടിൽ ഹമാസ് നിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ കൈറോയിലെ ചർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഏത് തടവുകാരെ മോചിപ്പിക്കണം എന്ന സെലക്ഷൻ ഓഫ് പാലസ്തീനിയൻ പ്രിസണേഴ്സ് എന്നുള്ളതാണ്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് വിത്ഡ്രോവൽ ലൈനാണ്. ഇസ്രായേൽ സേന IDF ഗസയിൽ നിന്ന് പിന്മാറുന്ന ഇടം, ആ ഇടം എവിടെയാണ് എന്ന് അമേരിക്കയും ഇസ്രായേലും ചേർന്നിട്ടാണ് വരച്ചിട്ടുള്ളത്. പൂർണ്ണമായും ഇസ്രായേൽ സേന പിന്മാറില്ല എന്ന നിലപാടിലേക്കാണ് ഇസ്രായേൽ സേന ഇപ്പോൾ ഉള്ളത്. ആദ്യഘട്ടത്തിൽ അവർ ഒരു
പരിധിയിലേക്ക് പിന്മാറുന്നു. രണ്ടാമത്തെ ഘട്ടത്തിൽ മറ്റൊരു കുറച്ചുകൂടി പിൻവാങ്ങുന്നു. മൂന്നാമത്തെ ഘട്ടത്തിലും അതിർത്തിയിൽ ഇസ്രായേലിന്റെ സേന ഉണ്ടാകും എന്നാണ് പറയുന്നത്. ആ അതിർത്തി ഏതാണ് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ലൈൻ, ഈ ട്രവൽ ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏതായിരുന്നാലും ഒരുപക്ഷെ ഈ ചർച്ചകൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിലൊരു തീരുമാനം ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത്, അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്, ഒരു തീരുമാനമായിട്ട് മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് വിറ്റ്കോഫിന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശം നൽകി എന്നുള്ളതാണ്. അങ്ങനെയാണ് എങ്കിൽ ഈ ഒരാഴ്ചക്കുള്ളിൽ തന്നെ വെടിനിർത്തൽ ഉണ്ടാവണം എന്നുള്ളത് കൂടി ഡൊണാൾഡ് ട്രംപ് പറയുന്നുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് സമാധാന നദിയിൽ പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. അതിൽ ഡൊണാൾഡ് ട്രംപ് ഉണ്ടാകുമോ എന്നുള്ള പലതരത്തിലുള്ള വാർത്തകൾ വരുന്നു. ആ ഘട്ടത്തിൽ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധം, ലോകം മുഴുവൻ നോക്കി നിൽക്കുന്ന ഒരു യുദ്ധത്തിൽ ഈ വിഷയത്തിൽ എത്രത്തോളം കാര്യങ്ങളിലാണ് ഹമാസ് നിലപാട് അറിയിച്ചിരിക്കുന്നത്, ചർച്ചകളിൽ എന്തായിരിക്കും ഹമാസ് പറയുക എന്നതെല്ലാം നിർണായകമാണ്. ഈ ഒരാഴ്ചയിൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് അതിനിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ, ആ ചർച്ച കടക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. MC നാസർ വീണ്ടും ചേരുകയാണ്. നാസർ, ഇതേ സമയം നമുക്കറിയാം ആക്രമണത്തിൽ ഒരയവും വന്നിട്ടില്ല. നേരത്തെ നാസർ സൂചിപ്പിച്ചതുപോലെ അതായത് മരിക്കുന്ന, കൊല്ലപ്പെടുന്ന ആളുകളുടെ എണ്ണത്തിൽ മാത്രം ചെറിയ വ്യത്യാസമുണ്ട് എന്നതല്ലാതെ ഇത് തുടരുകയാണ്. അപ്പോഴാണ് ഇസ്രായേലിന്റെ മന്ത്രി, പ്രത്യേകിച്ച് തീവ്ര വലതുപക്ഷ നിലപാടുള്ള ഒരു മന്ത്രി അവിടെ നിന്ന് ഹമാസ് ഇതിനു ശേഷവും അവിടെ ഉണ്ട് എന്നാണെങ്കിൽ എല്ലാം തീർത്തു കളയും എന്തൊക്കെയുള്ള വലിയ ഭീഷണികൾ വരുന്നു. ലോകം ഇത്രയധികം സപ്പോർട്ടിൽ ഇല്ലെങ്കിൽ ഇത്രയധികം പ്രതിഷേധവുമായി മുന്നിൽ നിന്നിട്ടും ഇസ്രായേലിനകത്ത് തന്നെ ഏതാണ്ട് ഒരു വർഷമായി ഉയരുന്ന പ്രതിഷേധങ്ങൾ കണ്ടിട്ടും വീണ്ടും ഇസ്രായേലിൽ ഈ രീതിയിലുള്ള ഭീഷണികൾ മുഴക്കുന്നു എന്നുള്ളതാണ്. അതേത് രീതിയിൽ സമ്മർദ്ദമുണ്ടാക്കും ചർച്ചകൾ? ഇതിന് തീർച്ചയായിട്ടും നേരത്തെ മുതൽ തന്നെ ഈ ഭരണ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതിശക്തമായിട്ടുള്ള ഒരു നിലപാടുമായി തന്നെ മുന്നോട്ട് പോകണമെന്ന ഒരു നിർബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം കഴിഞ്ഞ ജനുവരിയിൽ തന്നെ ഏറെക്കുറെ ഒരു വെടിനിർത്തലിലേക്കുള്ള കാര്യങ്ങൾ വളരെ വളരെ ക്ലിയറായി രൂപപ്പെട്ടതായിരുന്നു. അമേരിക്ക തന്നെ മുന്നോട്ട് വെച്ച നിർദ്ദേശം, വെടിനിർത്തൽ നിർദ്ദേശം ഹമാസ് അംഗീകരിക്കുകയും ഏതാണ്ട് വെടിനിർത്തൽ യാഥാർത്ഥ്യമാകുന്നു എന്ന ഒരു തോന്നലുണ്ടായ ഘട്ടത്തിലാണ് പുതിയ ഒരുപാട് ഉടക്കുവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നെതന്യാഹുവും അദ്ദേഹത്തിന്റെ തീവ്ര വലതുപക്ഷ മന്ത്രിമാരും ചേർന്ന് ആ സാധ്യതയെ അട്ടിമറിച്ച്, അതുകൊണ്ട് തന്നെ ഇത്തവണയും അതേ ആളുകൾ, പ്രത്യേകിച്ച് തീവ്ര വലതുപക്ഷ മന്ത്രിമാരായിട്ടുള്ള ബെൻഗബറും സ്മോട്രിക്കും നെതന്യാഹുവും ചേർന്നുകൊണ്ട് ഇത്തവണയും തങ്ങളുടെ പദ്ധതി അല്ലെങ്കിൽ ഈ സാധ്യതയെ അട്ടിമറിക്കാനുള്ള ഒരു നീക്കം നടക്കുമെന്ന ആശങ്ക വളരെ ശക്തമാണ്. ഈ രണ്ട് മന്ത്രിമാരും ഇന്നലെയും നെതന്യാഹുവിനെ പ്രേരിപ്പിക്കുന്നത് ഈ ചർച്ച നീണ്ടുപോവുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ആക്രമണം കൂടുതൽ ശക്തിയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകണം, ചർച്ച പൂർണ്ണമായിട്ട് തന്നെ അവസാനിപ്പിക്കണം, ഗസ സിറ്റി പൂർണ്ണമായിട്ട് പിടിച്ചെടുക്കണം എന്ന വളരെ ആപൽക്കരമായ പ്രകോപനപരമായിട്ടുള്ള നിലപാടുകളും പ്രഖ്യാപനങ്ങളുമാണ് തീവ്ര വലതുപക്ഷ മന്ത്രിമാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിനെ എങ്ങനെ നേരിടും, അല്ലെങ്കിൽ അമേരിക്കയുടെ നിലപാട് കാര്യത്തിൽ എന്തായിരിക്കും എന്നത് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അമേരിക്കയുടെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും അതോടൊപ്പം തന്നെ ജറാദ് കുഷ്ണറുമാണ് അമേരിക്കയെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഇപ്പോൾ ഈജിപ്തിലുള്ളത്. അവർ വ്യക്തമാക്കുന്നത് എത്രയും പെട്ടെന്നൊരു വെടിനിർത്തലിലേക്ക് നീങ്ങുക. കാരണം വലിയ തോതിലുള്ള ലോക സമ്മർദ്ദം രൂപപ്പെട്ടിരിക്കുന്നു. അമേരിക്കക്കുള്ളിലും അതിശക്തമായിട്ടുള്ള ഒരു സമ്മർദ്ദം നിലനിൽക്കുന്നുണ്ട്. ഇനിയും ആക്രമണത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് ഇസ്രായേലിനെ കൂടുതൽ ഒറ്റപ്പെടുത്തും. ആ ഒറ്റപ്പെടൽ മറികടക്കാനുള്ള ഒരു നീക്കമാണ് 20 ദിന പദ്ധതി. അത് ഇസ്രായേലിന് തന്നെയാണ് ഗുണം ചെയ്യുക എന്ന അർത്ഥത്തിലുള്ള പ്രതികരണമാണ് അമേരിക്കൻ നേതൃത്വം ഉന്നയിക്കുന്നത്. എന്തായാലും അടുത്ത 2-3 ദിവസങ്ങൾ എടുത്തെങ്കിൽ മാത്രമേ ഈ ചർച്ചയിൽ കൃത്യമായിട്ടുള്ള ഒരു ദിശാബോധത്തിലേക്ക് കാര്യങ്ങൾ മാറുകയുള്ളൂ. അതുണ്ടാകും. അതോടുകൂടി ബന്ദികളുടെ മോചനം എന്ന ഏറ്റവും പ്രാഥമികമായ ഘട്ടം പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് മധ്യസ്ഥ രാജ്യങ്ങളും അതോടൊപ്പം അമേരിക്കയും പങ്കുവെക്കുന്നത്. ധന്യ. MCA BK സുഹൈൽ, വിവരങ്ങൾക്ക് ഈ കരാറുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ചർച്ചകളും, ഗസ സമാധാന കരാറിൽ അല്ലെങ്കിൽ ആ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ആദ്യഘട്ട ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഹമാസ് ഇസ്രായേൽ നിലപാട് വിശദമായി നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞു. എന്ത് സംഭവിക്കുമെന്നുള്ളത് വളരെ നിർണായകമായിട്ടുള്ള മണിക്കൂറുകളിലേക്ക് ആ ചർച്ച കടന്നു കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ നിർണായകമായിട്ടുള്ള ഒരു വീക്ക് കൂടിയാണ് ഇനി വരാനിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഒരു തീരുമാനം, ബന്ദിമോചനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ, ഹമാസിന്റെ നിലപാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തും ഈ ആഴ്ചയിൽ എന്ന് പ്രതീക്ഷിക്കാം. ഇനി ഗൾഫിലെ പ്രധാന വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കും നമുക്ക് കടക്കാം. ഖത്തറിൽ മന്ത്രി പീയൂഷ് ഗോയലിന്റെ സന്ദർശനം നടക്കുകയാണ്. നമുക്കറിയാം ഇന്ത്യ ഖത്തർ വാണിജ്യ സഹകരണം ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ആകാംക്ഷയിലാണ്. ഒപ്പം തന്നെ സൗദിയിൽ കുത്തനെ ഉയരുന്ന കെട്ടിട വാടക
നിയന്ത്രിക്കുന്നതിനുള്ള നടപടികൾ അത് തുടരുന്നുണ്ട് പല ഭാഗങ്ങളിലായിട്ട്. ഒപ്പം തന്നെ ദുബൈയിൽ ഇന്ന് നമ്മൾ കണ്ടതാണ് മാനസികമായിട്ട് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു മലയാളി. അവരെ സന്നദ്ധ പ്രവർത്തകരെല്ലാവരും കോൺസുലേറ്റിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അവർക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സ നൽകി എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ വിവരങ്ങളെല്ലാം നൽകാൻ നമ്മുടെ പ്രതിനിധികൾ വിവിധയിടങ്ങളിൽ നിന്ന് ചേരുന്നുണ്ട്. ഖത്തറിൽ നിന്ന് മുഹമ്മദ് അബ്ബാസ് ഉണ്ട്, സൗദിയിൽ നിന്ന് അഫ്തബ് റഹ്മാൻ ഉണ്ട്, ദുബായിൽ നിന്ന് ഷിനോഷ് ഷംസുദ്ദീൻ ഉണ്ട്. ഞാൻ ആദ്യം ഖത്തറിലേക്കാണ്. ഖത്തറും ഇന്ത്യയും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറാണ് യാഥാർത്ഥ്യത്തിലേക്ക് എത്തുന്നത്. ഈ കരാറുമായി ബന്ധപ്പെട്ടുള്ള ടേംസ് ഓഫ് റെഫറൻസുകളൊക്കെ ഇരു കക്ഷികളും വിശദമായി ചർച്ച ചെയ്തു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. നമ്മുടെ മന്ത്രി പീയൂഷ് ഗോയൽ ഖത്തറിലുണ്ട്. അവിടെ വാണിജ്യ മന്ത്രിയുമായിട്ടുള്ള ചർച്ചകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളോടൊപ്പം അബ്ബാസ് ചേരുന്നുണ്ട്. അബ്ബാസ്, ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതു തരത്തിലാണ് നടക്കുന്നത്? എന്താണ് ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്ന ചർച്ചയുടെ വിശദാംശങ്ങൾ? ഇന്ത്യയും ഖത്തറും തമ്മിൽ കുറച്ചു കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന സ്വതന്ത്ര വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് പുരോഗമിക്കുന്നത്. ഇന്ന് 2 ദിവസത്തെ സന്ദർശനത്തിലാണ് മന്ത്രി പീയൂഷ് ഗോയൽ ഖത്തറിലേക്ക് എത്തിയത്. ഇന്ന് പ്രധാനമായിട്ടും മൂന്ന് കൂടിക്കാഴ്ചകളാണ് നടന്നത്. ഒന്ന്, ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള ബിസിനസ് ഫോറത്തിന്റെ കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു. സംയുക്ത ബിസിനസ് കൗൺസിലിന്റെ ഒരു കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു. രണ്ടാമതായി അദ്ദേഹം ഖത്തർ വാണിജ്യ മന്ത്രി ഷെയ്ഖ് ഫൈസൽ ബിൻ ധാനിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. മൂന്നാമതായി നമ്മുടെ ഇപ്പോൾ ഉള്ളൊരു പ്രോഗ്രാമാണ്. ഇവിടെ ഇന്ത്യൻ ബിസിനസ് സമൂഹവുമായുള്ള മന്ത്രി പീയൂഷ് ഗോയലിന്റെ ഒരു ടോക്കായിരുന്നു. ഈ 3 പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചയാണ് ഇന്ന് അദ്ദേഹത്തിന്റെ സന്ദർശനത്തിൽ ആദ്യത്തെ ദിവസത്തിലുണ്ടായിരുന്നത്. ഇതിൽ പ്രധാനമായുള്ള കാര്യം സ്വതന്ത്ര വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ടേംസ് ഓഫ് റെഫറൻസ് ഇരു രാജ്യങ്ങളുടെയും വാണിജ്യ മന്ത്രിമാർ ചർച്ച ചെയ്തു എന്നുള്ളതാണ്. ഇത് വളരെ സുപ്രധാനമായ കാര്യമാണ്. ഏതെല്ലാം തരത്തിലാണ് പരിശോധനാ വിഷയങ്ങൾ ഈ സ്വതന്ത്ര വ്യാപാര കരാറിലുള്ളത് എന്നുള്ളതാണ് ഇരുവരും ചർച്ച ചെയ്തത്. ഒന്നാമത്തെ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഇതുവരെ ഈ കഴിഞ്ഞ 2024-25 വർഷത്തെ ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള വ്യാപാര ബന്ധം അത് $14 ബില്യൺ അത് 2030 കൂടെ $30 ബില്യൺ ആക്കി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇരു രാഷ്ട്രങ്ങളും ലക്ഷ്യമിടുന്നത്. ഇന്ന് മന്ത്രി പീയൂഷ് ഗോയൽ നമ്മോട് സംസാരിക്കുക അക്കാര്യം പറയുകയും ചെയ്തു. ഇത് വളരെ സുപ്രധാനമായ കാര്യമാണ്. ഒരു 5 വർഷം കൊണ്ട് മാത്രം നിലവിലുള്ള വ്യാപാരം ഒരു 1 മടങ്ങായി വർദ്ധിപ്പിക്കാനാണ് ഇവർ ഇന്ത്യയും ഖത്തറും ആലോചിക്കുന്നത്. അതിനെ ഡബിൾ ആക്കാനുള്ള ആലോചനയാണ് നടക്കുന്നത്. അടുത്തൊരു പോയിന്റ് FTA-യുമായി ബന്ധപ്പെട്ടാണ്. ഈ സ്വതന്ത്ര വ്യാപാര കരാർ എന്ന് യാഥാർത്ഥ്യമാകുമെന്ന് നമ്മൾ ചോദിക്കുന്ന സമയത്ത് അടുത്ത വർഷത്തെ 3-ാം പാദത്തിലാണ് ഈ കരാർ യാഥാർത്ഥ്യമാകുന്നതെന്ന് പ്രതീക്ഷിക്കുന്നത് എന്നാണ് നമ്മോട് പീയൂഷ് ഗോയൽ മറുപടി പറഞ്ഞത്. ഇങ്ങനെ പ്രധാനപ്പെട്ട ഈ 3 കാര്യങ്ങളാണ് ഇന്ന് പീയൂഷ് ഗോയൽ നടത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് വേറൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള വാണിജ്യ ബന്ധം അത് $14 ബില്യൺ ആണ് എങ്കിലും ഇതിൽ ഇന്ത്യ വ്യാപാര കമ്മി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യത്തിൽ ഏകദേശം 12 ബില്യണിന്റെ ഇറക്കുമതിയാണ് ഇന്ത്യയിലേക്ക് നടക്കുന്നത്. കയറ്റുമതി $1.6 ബില്യൺ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യാപാര കമ്മി മറികടക്കാൻ വേണ്ടി തീർച്ചയായിട്ടും ഈ ഉൽപ്പന്നങ്ങളുടെ ഡൈവേഴ്സിഫിക്കേഷൻ, ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്ന കാര്യങ്ങളുടെ ഡൈവേഴ്സിഫിക്കേഷൻ വളരെ അത്യാവശ്യമാണ്. ഈ ഡൈവേഴ്സിഫിക്കേഷനെ കുറിച്ച് നമ്മൾ കാര്യങ്ങൾ ചോദിക്കുകയുണ്ടായി. അപ്പോൾ ഇന്ത്യ ഒരു വലിയ രാഷ്ട്രമാണ്. 140 കോടി ജനങ്ങൾ താമസിക്കുന്ന രാഷ്ട്രമെന്ന നിലക്ക് ഇന്ത്യക്ക് അതിൽ വലിയ സാധ്യതയുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള മറുപടിയാണ് അദ്ദേഹം തന്നത്. വളരെ ചുരുക്കത്തിൽ ഇന്ത്യയുടെ വലിയ ബിസിനസ് സമൂഹത്തിൻ്റെ വലിയ അവസരങ്ങളുടെ വലിയ വാതിൽ തുറക്കുന്ന ഒരു പ്രധാനപ്പെട്ട നീക്കമാണ് ഇന്ത്യയും ഖത്തറും നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് തന്നെ. വ്യാപാര സാധ്യതകൾ പരിശോധിക്കുന്നു ഇന്ത്യയും ഖത്തറുമായി. അതിന്റെ ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം പ്രവാസ ലോകത്ത് നിന്ന്. നമുക്കറിയാം, പ്രവാസികളെ ഏറെ വലിയ ബുദ്ധിമുട്ടിലാക്കിയ, ദുരിതത്തിലാക്കിയ ഒരു സംഭവമാണ് ഈ വാടക എന്നുള്ളത്. വാടക പല ഘട്ടങ്ങളിലായിട്ട് പല രീതിയിൽ ഉയരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. അത് നിയമപരമായി കൂടി അവിടെ ഭരണകൂടം അതിന് ഒരു തടയിടുന്നു എന്നുള്ളതാണ്. വളരെ അശാസ്ത്രീയമായിട്ടൊക്കെ വാടക ഉയർത്തുന്ന കൂടുതൽ നഗരങ്ങളിലേക്ക് ഈ വാടക വർധന നിരോധന നിയമം നടപ്പിലാക്കുമെന്നൊക്കെയുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളോടൊപ്പം അഫ്താബ് റഹ്മാൻ ചേരുന്നുണ്ട്. അഫ്താബ്, വലിയ ഒരു തിരിച്ചടി പ്രവാസികളെ സംബന്ധിച്ചുണ്ടായത് ഈ വാടക നിരക്കിന്റെ കാര്യത്തിലായിരുന്നു. അത് കൃത്യമായി പരിഹരിക്കാനുള്ളതിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. നിയമപരമായി തന്നെ ആ രീതിയിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. പല സ്ഥലങ്ങളിലേക്കും ഇതേ പ്രശ്നം നേരിടുന്ന സ്ഥലങ്ങളിലേക്ക് കൂടി ഇത് എത്തിക്കുക, ഇത് നടപ്പിലാക്കുക എന്നൊരു തീരുമാനം എടുത്തിരിക്കുന്നു. എങ്ങനെയായിരിക്കും അത് നടപ്പാക്കുക?
സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2 വർഷത്തിനിടയ്ക്ക് വലിയ തോതിലുള്ള വാടക വർധനവാണ് പ്രധാനപ്പെട്ട 2 നഗരങ്ങളിൽ, അതിൽ തലസ്ഥാനമായ റിയാദും ഒപ്പം തന്നെ ജിദ്ദ, ഈ 2 നഗരങ്ങളിലാണ് വലിയ തോതിൽ വാടക നിരക്ക് ഉയരുന്ന സാഹചര്യം ഉണ്ടായത്. അതിൽ റിയാദിലെ സാഹചര്യം സവിശേഷമായിരുന്നു. പ്രത്യേകിച്ച് 2 വർഷത്തിനിടയ്ക്ക് സൗദി ഭരണകൂടം എടുത്ത ചില നിലപാടുകൾ, അതിൽ പ്രത്യേകിച്ച് വിദേശ കമ്പനികളെ സൗദിയിലേക്ക് ആകർഷിക്കുവാൻ വേണ്ടി നടത്തിയ ചില പദ്ധതി പ്രഖ്യാപനങ്ങൾ, അതിന് പിന്നാലെ വലിയ തോതിലൊരു ഇൻഫ്ലക്സ് സൗദി അറേബ്യക്ക് അകത്തേക്ക് ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. പ്രത്യേകിച്ച് ഖത്തർ, UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നും വിവിധ കമ്പനികൾ സൗദിയിലേക്ക് എത്തുന്ന സ്ഥിതിവിശേഷമുണ്ടായി. ഇതിന് പിന്നാലെ സൗദിയിലെ നഗരത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് A ക്ലാസ് ബിൽഡിങ്ങുകളെല്ലാം തന്നെ പെട്ടെന്ന് നിറയുന്ന സാഹചര്യമുണ്ടായി. കിങ് അബ്ദുള്ള ഫിനാൻഷ്യൽ ഡിസ്ട്രിക്ട് പോലെയുള്ള KFD പോലെയുള്ള നേരത്തെ ഒഴിഞ്ഞു കിടന്നിരുന്ന ഭാഗങ്ങളിൽ കെട്ടിടങ്ങൾ പെട്ടെന്ന് നിറയുന്ന സാഹചര്യമുണ്ടായി. ഇതോടൊപ്പം തന്നെ പ്രവാസികൾ അവരുടെ കുടുംബങ്ങളെ കൂടി കൊണ്ടുവന്നതോടുകൂടി നഗരത്തിലെ കെട്ടിടങ്ങളിൽ മതിയായ സ്ഥലം തികയാത്ത സാഹചര്യം വന്നു. ഈ ഒരു ഡിമാൻഡ് മുതലെടുത്തുകൊണ്ട് ഇവിടെയുള്ള കെട്ടിട ഉടമസ്ഥർ വലിയ തോതിൽ കെട്ടിട വാടക ഉയർത്തുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കഴിഞ്ഞ 2 വർഷങ്ങളിൽ ഉണ്ടായത്. അതിൽ തന്നെ റിയാദിലെ കാര്യം പ്രത്യേകമായി എടുത്തു പറയേണ്ടത് 280% വാടക നിരക്ക് വർധന ഇവിടെ ഉണ്ടായി എന്നുള്ളതായിരുന്നു ഭരണകൂടത്തിന്റെ പ്രത്യേക അന്വേഷണ സമിതി കണ്ടെത്തിയ കാര്യം. ഇതിന് പിന്നാലെ റിയാദിൽ നടപ്പാക്കിയ ഒരു പ്രധാനപ്പെട്ട പദ്ധതിയായിരുന്നു 5 വർഷത്തേക്ക് വാടക വർദ്ധിപ്പിക്കുന്നത് ഫ്രീസ് ചെയ്തുകൊണ്ടുള്ള അല്ലെങ്കിൽ അത് നിരോധിച്ചുകൊണ്ടുള്ള നിയമം. അതായത് 2030 വരെ റിയാദ് നഗരത്തിൽ ഇനി വാടക ഉയർത്താൻ പാടില്ല. ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇത് മറ്റു നഗരങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കാനുള്ള ഒരു പദ്ധതി സൗദി ഭരണകൂടം എടുക്കുകയാണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അതിൽ ജിദ്ദ നഗരം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതാണ്. കഴിഞ്ഞ 2-3 വർഷങ്ങൾക്കിടയിൽ അവിടെ പല വിധത്തിലുള്ള അനധികൃത കെട്ടിടങ്ങളും ഒപ്പം തന്നെ കാലപ്പഴക്കം വന്ന കെട്ടിടങ്ങളുമെല്ലാം തന്നെ പൊളിച്ചു നീക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെ തന്നെ വലിയ തോതിൽ അവിടെയും വാടക വർദ്ധിക്കുന്ന സ്ഥിതിവിശേഷം വന്നു ചേർന്നിരുന്നു. നേരത്തെ റിയാദിൽ നടപ്പാക്കിയ നിയമം നടപ്പാക്കുന്ന സമയത്ത് സൗദി കിരീടാവകാശിയുടെയും സൽമാൻ രാജാവിന്റെയും ഉത്തരവിൽ കൃത്യമായി പറഞ്ഞ കാര്യം, സമാനമായ സ്ഥിതിവിശേഷം ഉള്ള സ്ഥലങ്ങളിലേക്ക് ഈ നിയമം നടപ്പാക്കാനുള്ള അധികാരമുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ജിദ്ദയിൽ കൂടി കെട്ടിട നിരക്ക് ഉയരുന്ന സ്ഥലങ്ങളിലേക്ക് കൂടി ഇത് ബാധകമാക്കണം എന്നുള്ളതാണ് സൗദികൾ പ്രത്യേകമായും അവരുടെ എക്സ് പ്ലാറ്റ്ഫോമിലുള്ള ക്യാമ്പയിനിലൂടെ ആവശ്യപ്പെടുന്നത്. ആ നിലക്ക് അത് ഭരണകൂടം പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു വിഷയം, അടുത്ത വെള്ളിയാഴ്ച സാധാരണ ഇവിടെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങി നിറയുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് വെള്ളിയാഴ്ച പള്ളികളാണ്. ഈ പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കെട്ടിട ഉടമകളോട് അമിതമായി വാടക വാങ്ങുന്നതിന്റെ പ്രത്യാഘാതത്തെക്കുറിച്ച് ബോധവൽക്കരിക്കണം എന്നുള്ള നിർദ്ദേശം കൂടി ഇസ്ലാമിക കാര്യ മന്ത്രാലയം നൽകിയിട്ടുണ്ട്. ഈ തരത്തിൽ ഒരു വശത്ത് ക്യാമ്പയിൻ പോലെയും മറുവശത്ത് അത് നിയമമായും നടപ്പിലാകുന്നു എന്നുള്ളതാണ് റിയാദിനെ സംബന്ധിച്ചിടത്തോളം, പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസകരമായ പ്രഖ്യാപനമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. സൗദിയിലെ വാടക രീതി അനുസരിച്ച് നിലവിൽ ഈജാർ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം വഴിയാണ് കെട്ടിട ഉടമസ്ഥനും വാടകക്കാരും തമ്മിലുള്ള കരാർ നടപ്പാക്കുന്നത്. പക്ഷേ ഇതിൽ നേരത്തെ വാടകക്കാരന് മാത്രം, അതായത് ഉടമസ്ഥന് മാത്രം അയാൾക്ക് തോന്നും വിധം ആളുകളെ ഒഴിപ്പിക്കുവാനും മറ്റുമുള്ള ചട്ടങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ പുതിയ ചട്ടങ്ങൾ പ്രകാരം കൂടുതൽ വാടകക്കാരന്റെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്ന, എന്ന് വെച്ചാൽ ഒരാൾക്ക് വാടക കെട്ടിടത്തിൽ തുടരണമെന്ന് ആഗ്രഹിച്ചാൽ അത് തുടരാവുന്ന തരത്തിലുള്ള നിയമമാണ് നിലവിലുള്ളത്. ഏതായിരുന്നാലും ഈ ഒരു ആഴ്ചയിലെ വെള്ളിയാഴ്ച പ്രാർത്ഥനയിലടക്കം ഇതുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണം നൽകണമെന്ന് പറയുമ്പോൾ ഭരണകൂടം അത് കൂടുതൽ നഗരങ്ങളിലേക്കും ഒപ്പം തന്നെ ജനങ്ങളിലേക്കും എത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. വലിയ ആശ്വാസകരമാണ് പ്രവാസികൾക്കുൾപ്പെടെ ഈ വാടക വർധനവിൽ ഒരു കടിഞ്ഞാനിടുന്നു എന്നുള്ളത്. അത് അഫ്താബ് പറഞ്ഞതുപോലെ വെള്ളിയാഴ്ച എല്ലാവരെയും അറിയിക്കുന്ന രീതിയിലേക്ക് അങ്ങനെ അനൗൺസ് ചെയ്ത് അത് നടപ്പാക്കാൻ തന്നെയാണ് സൗദി ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. ഇനി പോകുന്നത് UAE-യിലേക്കാണ്. ഷിനോജ് ഷംസുദ്ദീൻ ചേരുന്നുണ്ട് UAE-യിൽ നിന്ന്. ഷിനോജ്, നമുക്കറിയാം ഇന്ന് നമ്മൾ അതിന്റെ പുറകെ തന്നെയായിരുന്നു തോന്നുന്നു. ഷിനോജ്, മാനസിക നില തെറ്റി അലഞ്ഞിരുന്ന ഒരു യുവതി, മലയാളിയായ യുവതി, ഇന്ത്യൻ കോൺസുലേറ്റിന് അവരെ കൈമാറി. സാമൂഹ്യ പ്രവർത്തകരുടെ ഇടപെടൽ എടുത്തു പറയേണ്ടതാണ്. ജാസിം എന്നയാളുടെയൊക്കെ ഇടപെടൽ എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അവർക്ക് ചികിത്സ ആവശ്യമാണ്. ഇപ്പോൾ പൊതുവെ നമുക്കറിയാം ഒരു ട്രെൻഡ് വിദേശത്തേക്ക് പോവുക, പഠിക്കാൻ പോവുക, ഒപ്പം തന്നെ UAE, സൗദി പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് ജോലിക്കായിട്ട് അല്ലെങ്കിൽ വിസിറ്റിംഗ് വിസയിലൊക്കെ പോയിട്ട് അവിടെ ജോലി അന്വേഷിക്കുന്ന ഒരു പുതിയ ട്രെൻഡ് കുറച്ചു കാലമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ആ രീതിയിൽ ജോലി അന്വേഷിച്ചെത്തിയ ആളാണെന്ന് തോന്നുന്നു, അങ്ങനെയാണ് മനസ്സിലാക്കിയത്. അപ്പം എങ്ങനെയാണ് ഇവരെ കണ്ടെത്തിയത്? ഈ സന്നദ്ധ പ്രവർത്തകർ എങ്ങനെ ഇവരെ കണ്ടെത്തി? ഒപ്പം തന്നെ മറ്റു ഫോർമാലിറ്റീസ് എന്തൊക്കെയായിരുന്നു? ഇവരെ നാട്ടിലേക്ക് എത്തിക്കാൻ, ഇവരുടെ ആരോഗ്യാവസ്ഥ എന്താണ്? നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ടോ? ധന്യ, കഴിഞ്ഞ 2 ദിവസമായി അജ്മാനിലെ മാത്രമല്ല UAE-യിലെ മൊത്തം പ്രവാസികളുടെ ഒരു നോവായിരുന്നു ഈ മാനസിക നില തെറ്റി തെരുവിൽ അലയുന്ന ഈ യുവതി. 25 വയസ്സുകാരിയാണ്.
ശനിയാഴ്ച ഉച്ചയോടുകൂടിയാണ് ഇവരെ ആളുകൾ ശ്രദ്ധിക്കുന്നത്. അജ്മാനിലെ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നു, ഒരു പുസ്തകത്തിൽ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്, അത് മറിച്ചു നോക്കുന്നു, മറ്റുള്ളവരോട് പലതും പറയുന്നുണ്ട്. പക്ഷേ പരസ്പര ബന്ധമില്ലാതെയാണ് സംസാരിക്കുന്നത്. രാത്രിയായിട്ടും ഈ കുട്ടിക്ക് പോകാനൊരു സ്ഥലമില്ല എന്നുള്ളത് തിരിച്ചറിയുന്നതോടുകൂടിയാണ് സാമൂഹ്യ പ്രവർത്തകർ ഇവരെന്തുകൊണ്ട് ഇവിടുന്ന് പോകുന്നില്ല എന്നുള്ളത് അന്വേഷിക്കുകയും ഇവരെവിടെയാണ്, ആരാണ് എന്നുള്ള കാര്യങ്ങൾ തിരക്കുന്നത്. അപ്പോഴും ഇവർ പറയുന്നത് പലതും ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. ഇവർ പറയുന്നു ഒമാനിൽ പോയിരുന്നു എന്നുള്ള പറയുന്നു, നേരത്തെ വേറെ സ്ഥലത്തായിരുന്നു എന്ന് പറയുന്നു. പിന്നീട് ഇവർ സാമൂഹ്യ പ്രവർത്തകർ ഇവരുടെ പാസ്പോർട്ട് ആവശ്യപ്പെട്ടു. പാസ്പോർട്ട് ആവശ്യപ്പെട്ടപ്പോൾ അത് നൽകി. പക്ഷേ അത് ഡാമേജ്ഡ് പാസ്പോർട്ടാണ്, പല പേജുകൾ ഇല്ലാത്തതൊക്കെ ആയിട്ടുള്ള അവസ്ഥ പാസ്പോർട്ടിനുണ്ട്. പക്ഷേ അതിൽ വിലാസം കൃത്യമായിട്ടുണ്ട്. അപ്പോൾ ആലപ്പുഴ തോട്ടപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തെ സ്വദേശിയാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നു. അത് കഴിഞ്ഞ് അന്ന് രാത്രി ഇവിടെ എവിടെ താമസിപ്പിക്കുമെന്നുള്ളൊരു അങ്കലാപ്പ് ഉണ്ടായതുകൊണ്ട് നേരെ അജ്മാൻ പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു. അന്ന് രാത്രിയും അടുത്ത ദിവസം പകലും ഇവർ അജ്മാൻ പോലീസിലുണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്നും ഇവർ രക്ഷപ്പെടാനൊരു ശ്രമം നടത്തി. വീണ്ടും സാമൂഹ്യ പ്രവർത്തകർ അവിടെ പോലീസിൽ തന്നെ തിരിച്ചേൽപ്പിച്ചു. അങ്ങനെ ഞായറാഴ്ച രാത്രിയോടുകൂടിയാണ് കോൺസുലേറ്റിൻ്റെ അഭയകേന്ദ്രത്തിലേക്ക് ഈ കുട്ടിയെ മാറ്റുന്നത്. കോൺസുലേറ്റ് അഭയകേന്ദ്രം ഇത് കുട്ടിയെ സ്വീകരിക്കുകയും അവിടെയും ഈ കുട്ടി തൃപ്തയല്ലാത്ത നിലയിലാണ് പെരുമാറിയിരുന്നത്. അതുകൊണ്ട് ഇന്ന് അവരെ റാഷിദ് ഹോസ്പിറ്റലിൽ കാണിക്കുകയും മാനസിക ആരോഗ്യത്തിനുള്ള ചികിത്സ നൽകാൻ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ ചികിത്സ ആരംഭിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വാർത്ത റാഷിദ് ഹോസ്പിറ്റലിൽ ഇവരെ ചികിത്സയ്ക്ക് വിധേയമാക്കി. അടുത്ത ഘട്ടത്തിൽ വേണമെങ്കിൽ ഇവർക്ക് മാനസിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് ഇവരെ മാറ്റേണ്ടതുണ്ടെങ്കിൽ അങ്ങനെ മാറ്റാം എന്നുള്ളൊരു നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയുള്ള നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത് ഈ പാസ്പോർട്ട് ഡാമേജ്ഡ് ആണല്ലോ, അത് പുതിയൊരു പാസ്പോർട്ടാക്കി മാറ്റണം. അതേപോലെ ഇത്തരമൊരു അവസ്ഥയിൽ ഇവർക്ക് ഒരിക്കലും നാട്ടിലേക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല. മാനസിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ എയർലൈനും അവരെ സ്വീകരിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ അടുത്ത ബന്ധുക്കൾ ആരെങ്കിലും വലിയ ഇടപെടലുകൾ ഉണ്ടായിരിക്കുന്നു. കോൺസുലേറ്റിന്റെ കയ്യിലും അവർ സുരക്ഷിതരാണ്. അവരെ നാട്ടിലേക്ക് ആലപ്പുഴ സ്വദേശിയാണെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ അവരെ എന്തായാലും നമുക്കറിയാം എങ്ങനെയെങ്കിലും നാട്ടിലേക്ക്, കാരണം മലയാളികളുടെ ഒരു പ്രത്യേകതയും അതാണ്. കൂട്ടത്തിൽ ഒരാൾ വീണുപോയാൽ അവിടെ നിന്ന് അവരെ പിടിച്ചെണീപ്പിക്കുക, അവരെ നടക്കാൻ സഹായിക്കുക എന്നുള്ളൊരു മൈൻഡ്, അത് പ്രവാസികളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതാണ്. ഞാൻ നമ്മുടെ കമന്റുകൾ നോക്കുകയായിരുന്നു. കമന്റുകളിൽ ഇപ്പോഴും പലസ്തീൻ ഐക്യദാർഢ്യമാണ്. അത് കാണുമ്പോഴുള്ളൊരു സമാധാനം. കേരളത്തിൽ പലയിടത്തും പല ആളുകളും എന്താണ് പലസ്തീൻ, രാജ്യവിരുദ്ധ വികാരമാണ് അല്ലെങ്കിൽ കാര്യമാണ് എന്നൊക്കെ പറയുന്ന സാഹചര്യത്തിലാണ് ഇത്രയധികം ആളുകൾ ലോകം മുഴുവൻ പലസ്തീനൊപ്പം നിൽക്കുമ്പോൾ നമ്മുടെ കമന്റ് ബോക്സും നിറയെ പലസ്തീൻ അനുകൂല ഐക്യദാർഢ്യ സന്ദേശങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വെട്ടിക്കുറച്ച വിമാന സർവീസുകൾ തിരികെ കൊണ്ടുവരുമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ്. കേരളത്തിൽ നിന്നുള്ള വിമാന സർവീസുകൾ കുറച്ചത് താൽക്കാലിക നടപടി മാത്രമാണെന്നാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ മുഖ്യമന്ത്രിയെ അറിയിച്ചിരിക്കുന്നത്. ശൈത്യകാല ഷെഡ്യൂളിൽ വിമാന സർവീസുകൾ വെട്ടിക്കുറച്ച വാർത്ത മീഡിയ വൺ റിപ്പോർട്ട് ചെയ്തിരുന്നു. മീഡിയ വൺ ഇംപാക്ട്. ഇന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ ചേംബറിൽ ചേർന്ന യോഗത്തിലാണ് മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയിൽ ഇവരോട് ഈ കാര്യം അന്വേഷിക്കുകയും അവർ അതിൽ വിശദീകരണം നൽകുകയും ചെയ്തിരിക്കുന്നത്. ഇതൊരു താൽക്കാലിക നടപടി മാത്രമാണ് എന്നാണ് ഇപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയായ ഒരു കാര്യമായിരുന്നു. മീഡിയ വൺ വാർത്ത പുറത്തുവിട്ടപ്പോൾ തന്നെ അതിൽ ഇടപെടലുകൾ ഉണ്ടായിരിക്കുന്നു, അതിൽപ്പോൾ ഇവരുടെ വിശദീകരണം വന്നിരിക്കുന്നു എന്ന കാര്യമാണ് ഇപ്പോൾ ഏറ്റവും ആശ്വാസകരമാകുന്നത്. 25 ലക്ഷത്തിലധികം പ്രവാസികളുള്ള കേരളത്തിൽ ഇത് വലിയ തരത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കും എന്നായിരുന്നു റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. അവർ പറഞ്ഞിരുന്നത് ഈ മാസം അവസാനത്തിൽ ആരംഭിക്കുകയും മാർച്ച് അവസാനത്തിൽ അവസാനിക്കുകയും ചെയ്യുന്ന ശൈത്യകാല ഷെഡ്യൂളിൽ വലിയ തരത്തിൽ 75ഓളം സർവീസുകൾ വെട്ടിക്കുറക്കും എന്നാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഭാഗത്ത് നിന്ന് അറിയിപ്പുകൾ ഉണ്ടായിരുന്നത്. അതിൽ തന്നെ വലിയ തരത്തിൽ കരിപ്പൂർ എയർപോർട്ടിൽ നിന്നും അതുപോലെ തന്നെ കണ്ണൂർ എയർപോർട്ടിൽ നിന്നും കേരളത്തിലെ 4 എയർപോർട്ടുകളിൽ നിന്നും വലിയ തോതിൽ സർവീസുകൾ വെട്ടിക്കുറക്കും എന്ന് വന്നതോടുകൂടി വലിയ ആശങ്ക നിലനിന്നിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൽ ഒരു വിശദീകരണം വന്നതോടുകൂടി ആശങ്ക പൂർണ്ണമായി ഒഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും അതിൽ ആശ്വാസകരമായ ഒരു നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. മുഖ്യമന്ത്രി ആ വിഷയത്തിൽ ഇടപെടുകയും അവരോട് വിശദീകരണം ചോദിക്കുകയും അവരുമായി കൂടിക്കാഴ്ചയിൽ അവർ അതിൽ വ്യക്തത വരുത്തുകയും ചെയ്തിരിക്കുന്നത് ഒരു താൽക്കാലിക നടപടിയാണ്, ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്ന ഒരു മറുപടിയാണ് പ്രാഥമികമായി അവർ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ അറിയിച്ചിരുന്നതനുസരിച്ച് കരിപ്പൂരിൽ നിന്ന് മാത്രം 25 ഗൾഫ് സർവീസുകൾ ഇല്ലാതാകും എന്ന് അറിയിച്ചിരുന്നു. അതുപോലെ തന്നെ കരിപ്പൂരിൽ നിന്ന് ജിദ്ദയിലേക്ക് ആഴ്ചയിൽ 6 ദിവസം സർവീസ് നടത്തുമ്പോഴും ദമാമിലേക്ക് സർവീസ് ആഴ്ചയിൽ 3 ദിവസമായി കുറക്കും. അതുപോലെ തന്നെ കരിപ്പൂരിൽ നിന്ന് അബുദാബിയിലേക്ക്
ദുബായിലേക്ക് ആഴ്ചയിൽ 4 ദിവസം, മസ്കത്തിലേക്ക് ആഴ്ചയിൽ 3 സർവീസ്, ഇങ്ങനെ വലിയ തോതിൽ തന്നെ സർവീസുകൾ വെട്ടിക്കുറക്കും എന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇത് വലിയ ആശങ്കയാണ് പ്രവാസികൾക്ക് ഉണ്ടാക്കിയിരുന്നത്. ഈ കാര്യത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രി അവരോട് വിശദീകരണം ചോദിക്കുകയും ആ കൂടിക്കാഴ്ച ഏതായാലും തൃപ്തികരമാണ് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇതിൽ വ്യക്തത പൂർണ്ണമായും വന്നിട്ട് ഈ ആശങ്ക നീങ്ങുന്ന നില ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും അതിൽ പ്രവാസികൾക്ക് ഇപ്പോൾ ആശ്വസിക്കാൻ വകയുണ്ട് എന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. എന്തായാലും ഈ വാർത്തയിൽ പെട്ടെന്നുള്ള ഇടപെടലുണ്ടായിരിക്കുന്നു. ആ പ്രവാസികൾക്ക് സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ നടപടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. യെസ്, അതാണ് അനീസ് അലി പറഞ്ഞതുപോലെ പ്രവാസികളെ സംബന്ധിച്ച് ആശ്വാസകരമാണ് കാര്യങ്ങൾ. കാരണം നമുക്കറിയാം ഓരോ വെക്കേഷൻ സമയത്തൊക്കെ ഉയരുന്ന ടിക്കറ്റ് നിരക്ക്, അതുപോലെ തന്നെ ഈ സർവീസുകൾ വെട്ടിക്കുറയ്ക്കുമ്പോൾ അത് എത്രത്തോളം ആഘാതം ഉണ്ടാക്കും എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ വലിയ ആശങ്കയുണ്ടായിരുന്നു. അങ്ങനെയാണ് പ്രവാസി സംഘടനകൾ ഈ വാർത്ത മീഡിയ വൺ പുറത്തുവിട്ടതിന് ശേഷം പ്രവാസി സംഘടനകൾ ഇതിൽ വലിയ പ്രതിഷേധം അറിയിക്കുകയും ഒപ്പം തന്നെ വിമാന കമ്പനികളുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നു, സർക്കാരിനെ ഈ കാര്യങ്ങൾ അറിയിക്കുന്നു. അങ്ങനെയാണ് മുഖ്യമന്ത്രിയെ എയർ ഇന്ത്യ കമ്പനി കണ്ടതും ഈ കാര്യങ്ങളിലെല്ലാം ഉറപ്പു നൽകിയിരിക്കുന്നതും. അത് മീഡിയ വൺ പുറത്തുവിട്ട വാർത്ത അത് പ്രവാസികൾക്ക് ഇത്രയധികം സന്തോഷം നൽകി എന്നുള്ളതിൽ വലിയ കാര്യമായി കാണാം എന്നുള്ളതാണ്. ഒപ്പം തന്നെ മറ്റൊരു പ്രചാരണം, ഒരു വാർത്തയെക്കുറിച്ച്, അതായത് ഹജ്ജിന് പോകുന്നതിന്റെ വിസയുമായി ബന്ധപ്പെട്ട ഒരു വ്യാജ പ്രചാരണം നടക്കുന്നുണ്ട്. അതിലൊരു ക്ലാരിറ്റി വരുത്തുകയാണ്. ഈ ഹജ്ജ് ഉംറ തീർത്ഥാടകർക്ക് അതൊരു സന്തോഷ വാർത്ത കൂടിയാണ്. കാരണം സൗദിയിലേക്ക് ഏത് വിസയിൽ വരുന്ന ആളുകൾക്കും ഉംറ നിർവഹിക്കാനാകും എന്ന പുതിയ ഉത്തരവാണ് ഇറക്കിയിരിക്കുന്നത്. എന്തൊക്കെയാണ് ഈ മാറ്റങ്ങൾ, എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നെല്ലാം വിശദമായി പരിശോധിക്കാം. അഫ്താബ് റഹ്മാൻ വിശദീകരിക്കും. ഇസ്ലാം മതവിശ്വാസികളുടെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളാണ് മക്കയും മദീനയും. മക്കയിലെത്തി ഉംറ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് എല്ലാ മുസ്ലിങ്ങളും. അതുകൊണ്ട് തന്നെ ഓരോ വർഷവും ഉംറ ചട്ടങ്ങളിലും നിയമങ്ങളിലും കൂടുതൽ പേർക്ക് എത്തുവാൻ വേണ്ടി സൗദി അറേബ്യ നിയമങ്ങൾ പരിഷ്കരിക്കാറുണ്ട്. എന്നാൽ പലരും ഈ നിയമം ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് അതിനായി അനുവദിക്കുന്ന വിസകൾ പലതരത്തിൽ ഉപയോഗപ്പെടുത്താറുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഈ വർഷാരംഭം മുതൽ തന്നെ ഉംറ വിസകളിൽ പുതിയ ചട്ടങ്ങൾ സൗദി അറേബ്യ നടപ്പാക്കിയിരുന്നു. അതായത് ഇതുവരെ ഉണ്ടായിരുന്ന ഉംറ വിസ രീതി എന്ന് പറയുന്നത് ലോകത്തിന്റെ ഏത് കോണിലിരുന്നും ആർക്കും വിസ സ്വന്തമാക്കാം എന്നുള്ളതായിരുന്നു. ഇങ്ങനെ അനുവദിക്കുന്ന ഉംറ വിസകൾ 3 മാസം വരെ സൗദിയിൽ ഉപയോഗിക്കാനാകും. എന്നാൽ പുതിയ ചട്ടങ്ങൾ പ്രകാരം ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതായത് നേരത്തെയുള്ള ചട്ടപ്രകാരമാണെങ്കിൽ ഒരു വ്യക്തിക്ക് സ്വന്തമായി ഉംറ വിസ സ്വന്തമാക്കി സൗദിയിലേക്ക് എത്താമായിരുന്നു. എന്നാൽ വ്യക്തികൾക്ക് ഇങ്ങനെ എത്തുന്നതിനുള്ള നിയന്ത്രണങ്ങളാണ് ഇപ്പോൾ സൗദിയിലെ ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരാൾ ഓൺലൈൻ വഴി വിസക്ക് അപേക്ഷിച്ചാൽ പോലും നേരിട്ട് സൗദി അറേബ്യയിലേക്ക് വരാൻ സാധിക്കില്ല. അങ്ങനെ വരണമെങ്കിൽ അദ്ദേഹം മക്കയിലും മദീനയിലും ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ ഹോട്ടൽ ബുക്കിംഗ് ഉൾപ്പെടെ രേഖകൾ ഹാജരാക്കേണ്ടി വരും. പുതിയ സാഹചര്യത്തിൽ സൗദി അറേബ്യ ഉംറ വിസ അനുവദിക്കുന്ന രീതി 2 തരത്തിലാണ്. ഒന്നുകിൽ ഏതെങ്കിലും അംഗീകൃത ഉംറ ഏജൻസികൾ വഴി ഉംറ ഗ്രൂപ്പുകളുടെ കൂടെ ഒന്നിച്ച് ഉംറക്കായി എത്താം. അല്ലെങ്കിൽ സാധാരണ രീതിയിൽ ഇപ്പോൾ നേരത്തെ ഒറ്റക്കൊക്കെ പ്രവാസികൾ വരാൻ ഉപയോഗിച്ചിരുന്ന രീതിക്ക് പകരമായി സൗദിയിൽ അവരുടെ ബന്ധുക്കളോ മറ്റോ ഉണ്ടെങ്കിൽ അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടും വ്യക്തിഗത ഉംറ വിസകൾ സ്വന്തമാക്കാം. ഇതിനായുള്ള ചട്ടങ്ങൾ മന്ത്രാലയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ കൃത്യമായി പറയുന്നത് സൗദിയിലുള്ള ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ 5 ബന്ധുക്കളെ ഉംറക്കായി ഉംറ വിസയിൽ കൊണ്ടുവരാം എന്നുള്ളതാണ്. അങ്ങനെ കൊണ്ടുവരുമ്പോൾ അതിനായി പാലിക്കേണ്ട ചട്ടം ഇനി പറയുന്നതാണ്. ആദ്യം സൗദിയിലെ ഏതെങ്കിലും ഒരു ഉംറ കമ്പനിയെ അല്ലെങ്കിൽ ഉംറ ഏജൻസിയെ സമീപിക്കുക. അവർ നമ്മുടെ ഉംറക്കായുള്ള അപേക്ഷ നൽകും. അത് നൽകുന്ന സമയത്ത് സൗദിയിലുള്ള ഗവൺമെന്റുമായി വ്യക്തികളെ ബന്ധിപ്പിക്കുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമായ അബ്ഷിറിലേക്കായിരിക്കും ഈ ഉംറ കമ്പനികൾ അവരുടെ നുസൂക്ക് പ്ലാറ്റ്ഫോമിൽ നിന്നും ഉംറക്കായുള്ള അപേക്ഷകൾ അയക്കുക. അത് അയക്കുന്ന സമയത്ത് അബ്ഷിർ വഴി നമുക്ക് ഈ അപേക്ഷ സ്വീകരിക്കാൻ കഴിയും. ഇതോടുകൂടി ഈ വ്യക്തിയുടെ ഉത്തരവാദിത്തം ഈ വ്യക്തിയുടെ മേലാണ് വന്നു ചേരുക. എന്ന് വെച്ചാൽ ഈ ഉംറ വിസയിൽ എത്തുന്ന വ്യക്തിയുടെ സ്പോൺസർ എന്നുള്ള സ്വഭാവത്തിലേക്ക് സ്വാഭാവികമായിട്ടും ഈ വരുന്നവർ മാറും. ഈ ചട്ടം വഴി മന്ത്രാലയം ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഉംറ വിസകൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് പലരും ജോലിയിൽ കയറുന്നത് പതിവായിരുന്നു. കഴിഞ്ഞ ഹജ്ജ് കാലത്ത് മക്കയിൽ വെച്ച് നിരവധി പേരെ ഇത്തരത്തിൽ പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് പുതിയ ചട്ടങ്ങൾ നടപ്പാക്കുന്നത്. സാധാരണ രീതിയിൽ എയർപോർട്ടിൽ വെച്ച് വലിയ തോതിലുള്ള പരിശോധന ഇതിനായി ഉണ്ടാകാറില്ല. പക്ഷെ പരിശോധനയിൽ പെട്ടുകഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ രേഖകൾ ഒറ്റയ്ക്ക് വരുന്നവർ ഹാജരാക്കേണ്ടി വരും. അങ്ങനെ ഹാജരാക്കാൻ സാധിച്ചില്ലെങ്കിൽ വിസ ഇഷ്യൂ ചെയ്ത കമ്പനിക്കും ഈ വ്യക്തിക്കും സമാനമായ രീതിയിൽ തന്നെ പിഴയുണ്ടാകും. ദോഹ കോർണിഷ് സ്ട്രീറ്റിലെ ആദ്യഘട്ട നവീകരണം പൂർത്തിയായി.
ഷർഗ് ഇന്റർചേഞ്ച് മുതൽ ഓൾ പോർട്ട് ഇന്റർചേഞ്ച് വരെയുള്ള നവീകരണമാണ് പൂർത്തിയായിരിക്കുന്നത്. സ്ട്രീറ്റിലെ ബാക്കി ഭാഗങ്ങൾ കൂടി നവീകരിക്കും. 5 ഘട്ടങ്ങളിലായാണ് പ്രവൃത്തി നടക്കുകയെന്ന് പൊതുമരാമത്ത് വിഭാഗമായ അഷ്ഗാൽ അറിയിച്ചു. ജോലികൾ പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി കോർണിഷിന്റെ ചില ഭാഗങ്ങളിൽ താൽക്കാലിക ഗതാഗത നിയന്ത്രണം തുടരുമെന്നും അധികൃതർ വ്യക്തമാക്കി. അറബിക്കടലിൽ രൂപപ്പെട്ട ശക്തി ചുഴലിക്കാറ്റിന്റെ ശക്തി കുറഞ്ഞ് തീവ്ര ന്യൂനമർദ്ദമായെന്ന് ഒമാൻ കാലാവസ്ഥാ വകുപ്പ്. ഒമാൻ തീരത്തു നിന്ന് ഏകദേശം 130 കിലോമീറ്റർ അകലെയാണ് ഇപ്പോൾ ന്യൂനമർദ്ദം. മണിക്കൂറിൽ 51 മുതൽ 61 കിലോമീറ്ററാണ് ഇപ്പോൾ കാറ്റിന്റെ വേഗത. ഒമാനെ ഇത് നേരിട്ട് ബാധിക്കില്ല. തെക്കൻ ഷർഗിയ, അൽവുസ്ത, ദോഫാർ ഗവർണറേറ്റുകളുടെ തീരപ്രദേശങ്ങളിൽ മേഘാവൃതമായ അന്തരീക്ഷമായിരിക്കും. ഒറ്റപ്പെട്ട മഴയ്ക്കും സാധ്യതയുണ്ട്. കടൽ പ്രക്ഷുബ്ധമാകാനും തിരമാലകൾ 2 മുതൽ 4 മീറ്റർ വരെ ഉയരാനും സാധ്യതയുണ്ട്. ഈന്തപ്പനകൾക്കുള്ള സാമ്പത്തിക സഹായ പദ്ധതി പ്രഖ്യാപിച്ച് പബ്ലിക് അതോറിറ്റി ഫോർ അഗ്രികൾച്ചർ അഫയേഴ്സ് ആൻഡ് ഫിഷ് റിസോഴ്സസ് 2025-26 സാമ്പത്തിക വർഷത്തേക്കാണ് പദ്ധതി. ബർഹി, ഇഖ്ലാസ്, സുക്കാരി, മജ്ദൂൽ, ഉമ്മുൽസാൻ, നബൂദ്, സേഫ് തുടങ്ങിയ ഇനങ്ങളിലുള്ള ഓരോ ഈന്തപ്പനയ്ക്കും 1.5 കുവൈറ്റ് ദിനാർ നിരക്കിൽ പിന്തുണ നൽകും. ബപ്ര, അബ്ദാലി, സുലേബിയ തുടങ്ങിയ പ്രദേശങ്ങളിലെ കർഷകരാണ് പദ്ധതിയുടെ ഗുണം ലഭിക്കുക. ഔദ്യോഗിക പരിശോധനയിലൂടെ ഗുണനിലവാരം ഉറപ്പാക്കിയ രോഗരഹിത മരങ്ങൾക്കാണ് സഹായം ലഭിക്കുക. കാർഷിക നിയമലംഘനമോ കുടിശ്ശികയോ ഉള്ളവർക്ക് സഹായം താൽക്കാലികമായി നിർത്തിവെക്കും. സുസ്ഥിര കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നതെന്ന് അതോറിറ്റി വ്യക്തമാക്കി. ഇറാനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന യുരാനസ് സ്റ്റാർ ബ്രാൻഡ് കുപ്പിവെള്ളത്തിൽ മലിനീകരണം കണ്ടെത്തിയതിനെ തുടർന്ന് അടിയന്തര മുൻകരുതൽ നടപടികൾ തുടങ്ങിയെന്ന് പബ്ലിക് അതോറിറ്റി ഫോർ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ അറിയിച്ചു. മലിനീകരണം റിപ്പോർട്ട് ചെയ്ത കുപ്പിവെള്ളത്തിന്റെ എല്ലാ ബാച്ചുകളും ഉടൻ കണ്ടുകെട്ടുകയും വിതരണം താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തതായി അധികൃതർ വ്യക്തമാക്കി. ലബോറട്ടറി പരിശോധനയ്ക്കായി സാമ്പിളുകൾ അടിയന്തരമായി പിൻവലിച്ചിട്ടുണ്ട്. പരിശോധനാ ഫലങ്ങൾ ലഭിക്കുന്നതുവരെ ഈ ഉൽപ്പന്നത്തിന്റെ പുതിയ കയറ്റുമതി നിരോധിച്ചതായി പബ്ലിക് അതോറിറ്റി ഫുഡ് ആൻഡ് ന്യൂട്രീഷനും അറിയിച്ചു. സൗദിയിലെ റിയാദ് സീസണിന് ഈ മാസം 10-ന് തുടക്കമാകും. ഇന്ത്യൻ നൈറ്റ്സ് ഉൾപ്പെടെ വിവിധ കലാവിരുന്നുകൾ ഇത്തവണയും ഉണ്ടാകും. 15 അന്താരാഷ്ട്ര മത്സരങ്ങളും അരങ്ങേറും. 2200 കമ്പനികൾ ഇത്തവണ സീസണിന്റെ ഭാഗമാകും. അഫ്തർ റഹ്മാൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 2025 റിയാദ് സീസണിന്റെ പരിപാടികളാണ് ഇന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. 34 പ്രധാനപ്പെട്ട ഇവന്റുകൾക്കൊപ്പം 14 സോണുകളിലായിട്ടായിരിക്കും ഇത്തവണ പ്രധാനപ്പെട്ട പരിപാടികളെല്ലാം നടക്കുക. അതോടൊപ്പം തന്നെ ജിദ്ദയിലെ ചെങ്കടൽ തീരത്തുള്ള അവിടെയുള്ള ക്രൂയിസ് ഷിപ്പുകൾ കൂടി പുതിയ റിയാദ് സീസണിന്റെ ഭാഗമായിട്ടുള്ള വിനോദ പരിപാടികളുടെ വേദിയാക്കി ഇത്തവണ മാറ്റിയിട്ടുണ്ട്. ഇന്ത്യ ഉൾപ്പെടെ ഏതാണ്ട് 20ഓളം രാജ്യങ്ങൾ റിയാദ് സീസണിന്റെ പ്രത്യേകമായ സെഷനുകളിൽ അതിൽ പ്രധാനപ്പെട്ട ഇവന്റിലും ഒപ്പം തന്നെ ഇതിന്റെ ഭാഗമായി നടക്കുന്ന വിവിധ രാജ്യങ്ങളുടെ കൾച്ചറൽ പരിപാടികളുമെല്ലാം തന്നെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പങ്കാളികളാകുന്നുണ്ട്. ഇതിനായി ഇന്ത്യയിലുള്ള കലാകാരന്മാരും ഇത്തവണ സൗദിയിലേക്ക് എത്തും. അതോടൊപ്പം തന്നെ ജോയ് അവാർഡ്സ് എന്ന പേരിൽ റിയാദ് സീസണിൻ്റെ ഭാഗമായിട്ട് പ്രഖ്യാപിക്കാറുള്ള പ്രത്യേക അവാർഡിനായി ആ ഒരു സെഷനിലേക്ക് അമീർ ഖാൻ ഉൾപ്പെടെയുള്ള ബോളിവുഡ് നടന്മാരും ഇത്തവണ എത്തിച്ചേരുന്നുണ്ട്. ഇത്തരത്തിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് ഇത്തവണത്തെ റിയാദ് സീസണിൻ്റെ പ്രഖ്യാപനം ഇന്നിപ്പോൾ നടത്തിയിട്ടുള്ളത്. അതിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഇവൻറ്റുകൾ, അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് നേരത്തെ റിയാദ് സീസണിൻ്റെ ഭാഗമായിട്ടുള്ള ഒന്ന് ബോളിവുഡ് വേൾഡും ഒപ്പം തന്നെ ബോളിവുഡ് സിറ്റി ഉൾപ്പെടെയുള്ള പരിപാടികളുണ്ടായിരുന്നു. ഇത് കൂടാതെ വ്യത്യസ്തമായ സോണുകളിൽ ഇത്തവണ കൂടുതൽ വിനോദ പരിപാടികൾ ഒരുക്കിയിട്ടുണ്ട്. അതിൽ തന്നെ ചെറുപ്പക്കാരെയും കുട്ടികളെയും ഉദ്ദേശിച്ചുകൊണ്ട് വിവിധ ഗെയിമുകളുടെ അതിൻ്റെ തത്സമയ ലൈവ് അനുഭവം വിദ്യാർത്ഥികൾക്കും മറ്റും നൽകുവാനുള്ള തരത്തിലുള്ള പരിപാടികളും ഇത്തവണത്തെ പ്രത്യേകതയാണ്. റിയാദ് സീസണിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന് അറിയാവുന്നതുപോലെ തന്നെ സൗദിയുടെ എണ്ണേതര വരുമാനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനമായിരുന്നു. കഴിഞ്ഞ വർഷം ഏതാണ്ട് 1.5 കോടിയിലേറെ ആളുകളാണ് ഈ പരിപാടിയിൽ സംബന്ധിച്ചത്. ഇത്തവണ 2 കോടിയിലേറെ കാഴ്ചക്കാർ ഇത്തവണയും റിയാദ് സീസണിൽ എത്തുമെന്നുള്ളതാണ് സംഘാടകരുടെ പ്രതീക്ഷ. വരുന്ന മാസം തുടക്കം മുതൽ തന്നെ റിയാദ് സീസണിൻ്റെ വൈവിധ്യമാർന്ന പരിപാടികൾക്ക് തുടക്കമാകും. ഏതാണ്ട് 3 മാസക്കാലത്തോളമാണ് റിയാദ് സീസൺ നടക്കാറുള്ളത് എങ്കിലും ആളുകളുടെ തിരക്കും ഒപ്പം തന്നെ പ്രതികരണത്തിനും അനുസരിച്ച് അത് നീട്ടുന്നത് പതിവാണ്. ആ തരത്തിൽ വരുന്ന റമദാനോട് അടുപ്പിച്ചു വരെയുള്ള സമയം വരെ റിയാദ് സീസൺ ഇത്തവണയുണ്ടാകും. ഒപ്പം തന്നെ ജനുവരിയിൽ തണുപ്പുകാലം ശക്തമാകുന്ന സമയത്ത് അതോടനുബന്ധിച്ചുള്ള വൈവിധ്യമാർന്ന പരിപാടികളും ഇത്തവണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും ഔദ്യോഗികമായിട്ട്
കൃത്യമായിട്ടുള്ള പ്രഖ്യാപനമായിരിക്കുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് വിവിധ തൊഴിലവസരങ്ങൾ കൂടി സൗദി അറേബ്യയിൽ സൃഷ്ടിക്കപ്പെടും. അതിൽ നിരവധി മലയാളികളും ഇന്ത്യക്കാരും ഉൾപ്പെടെയുള്ള കമ്പനികൾ റിയാദ് സീസണിൻ്റെ ഭാഗമായി ജോലിക്കായി ഇതിനകം തന്നെ സൗദിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ തരത്തിൽ വരുന്ന ഏതാണ്ട് 3 മാസത്തിലേറെ സമയം റിയാദ് നഗരത്തെയും ഒപ്പം തന്നെ സമീപ പ്രദേശങ്ങളെല്ലാം തന്നെ ഉത്സവാന്തരീക്ഷത്തിലേക്ക് മാറ്റുന്നതായിരിക്കും റിയാദ് സീസൺ. ഇന്ത്യ ഭാഗമാകുന്ന പ്രത്യേക പരിപാടി ഇത്തവണയും സുവേദിയിൽ വെച്ചുകൊണ്ട് സുവേദി പാർക്കിൽ വെച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടികൾ ഇത്തവണയും ഒരുക്കിയിട്ടുണ്ട്. ഇതിലും വൈവിധ്യമാർന്ന രാജ്യങ്ങളുടെ കലാപ്രകടനങ്ങൾ ഉണ്ടാകും. ഈ തരത്തിലെല്ലാം തന്നെ റിയാദ് സീസണെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് റിയാദ് നഗരത്തിലെ ഇന്ത്യക്കാരും ഒപ്പം തന്നെ സംഘാടകരും. റിയാദിൽ നിന്നും അഫ്താബ് റഹ്മാൻ, മീഡിയ 1. ഖത്തറിന് ഒരു അതിഥി ഉണ്ടായിരുന്നു. അതിഥിയെ വലിയ ആഘോഷപൂർവ്വം സ്വീകരിക്കുകയും ചെയ്തു. അതിന്റെ കാഴ്ച കൂടി കാണാം. മറ്റാരുമല്ല, ബാലൻഡിയർ ജേതാവ് ഉസ്മാൻ ഡെംബലെയാണ് ഖത്തറിലെത്തിയത്. അൽദുഹേൽ സ്പോർട്സ് ക്ലബ്ബിലാണ് അദ്ദേഹം എത്തിയത്. താരത്തെ അധികൃതർ അവിടെ സ്വീകരിച്ചു. യുവ കളിക്കാർക്കൊപ്പം അദ്ദേഹം സമയം ചെലവഴിച്ചു. അവരുടെ ജേഴ്സിയിൽ ഒപ്പിട്ട ശേഷമാണ് ഡെംബലെ മടങ്ങിയത്. കേക്ക് മുറിച്ച ആഘോഷങ്ങളുടെ ഭാഗമാവുകയും ചെയ്തു. ബഹ്റൈനിലെ പ്രവാസികൾക്ക് കാൽപന്ത് കളിയുടെ ആരവവും ആവേശവും സമ്മാനിച്ച് മീഡിയ 1 സൂപ്പർ കപ്പ് വീണ്ടും എത്തുന്നു. ഈ മാസം 16, 17 തീയതികളിലാണ് സൂപ്പർ കപ്പ് സീസൺ 2 സോക്കർ ഫെസ്റ്റിവൽ. ബഹ്റൈനിലെ പ്രവാസി ഫുട്ബോൾ ടൂർണമെന്റുകളിൽ ജനപങ്കാളിത്തത്തിൽ പുതുചരിത്രമെഴുതിയ മീഡിയ 1 സൂപ്പർ കപ്പ് സോക്കർ ഫെസ്റ്റിവൽ ഫുട്ബോൾ ടൂർണമെന്റ് ഈ മാസം 16-നും 17-നും സിഞ്ചിലെ അൽ അഹ്ലി ക്ലബ് ഗ്രൗണ്ടിലാണ് നടക്കുക. ബഹ്റൈനിലെ 8 മികച്ച ഫുട്ബോൾ ടീമുകളെ അണിനിരത്തിയാണ് ഇത്തവണ സൂപ്പർ കപ്പ്. പടുകൂറ്റൻ കപ്പും മികച്ച പ്രൈസ് മണിയും സൂപ്പർ കപ്പിന് പൊലിമ പകരും. കളിയോടൊപ്പം കലയും വിനോദവും സമന്വയിപ്പിച്ച് വേറിട്ട രീതിയിലായിരിക്കും സംഘാടനം. ഫുട്ബോൾ മാമാങ്കത്തിന് പൊലിമ നൽകാൻ വിവിധ കലാപരിപാടികളും മത്സരങ്ങളും ഒരുക്കും. ഒപ്പനയും ഗാനമേളയും പായസ മത്സരവും പെനാൽറ്റി ഷൂട്ടൌട്ടും കുട്ടികളുടെ മത്സരങ്ങളും വിവിധ കലാപ്രകടനങ്ങളും സോക്കർ കാർണിവലിനെ വർണ്ണാഭമാക്കും. സ്വദേശി പ്രമുഖരുടെയും പ്രവാസി സമൂഹത്തിലെ വിവിധ മേഖലകളിലുള്ളവരുടെയും പങ്കാളിത്തത്തോടെ ഒരുക്കുന്ന സൂപ്പർ കപ്പ് വൻ വിജയമാക്കാനായി വിപുലമായ സ്വാഗത സംഘത്തിന്റെ നേതൃത്വത്തിൽ മുന്നൊരുക്കങ്ങൾ നടക്കുകയാണ്. മീഡിയ 1 ബഹ്റൈൻ. ഇനി പ്രവാസി ലോകത്തെ കാഴ്ചകളുടെ നല്ല ഭംഗിയുള്ള കാഴ്ചകളുടെ സമയമാണ്. അവിടെ നമുക്കറിയാം, പ്രവാസികൾ എവിടെ പോയാലും യാത്ര കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകളായതുകൊണ്ട് ഓരോ സ്ഥലങ്ങളും ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കും. പണ്ടൊന്നും ഇല്ലാത്ത അത്രയും സ്ഥലങ്ങളാണ് ഇപ്പോൾ പ്രവാസികൾ കണ്ടെത്തിയിരിക്കുന്നത്. നമ്മൾ ഈ ഇൻസ്റ്റഗ്രാമിലും മറ്റ് സോഷ്യൽ മീഡിയയിലും ഒക്കെ റീൽസിലൊക്കെ കാണാറില്ലേ, പലരും പല സ്ഥലങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു, അങ്ങോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കണ്ടെത്തിയ ഇല്ലെങ്കിൽ കാലങ്ങളായി ആളുകൾ അവരുടെ സന്തോഷ നിമിഷങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടി എത്തുന്ന, അവരുടെ ഏറ്റവും നല്ല സമയങ്ങളിൽ ഇല്ലെങ്കിൽ ലീവുള്ള ദിവസങ്ങളിലും ഓഫ് ഡേയ്സിലും ഒക്കെ എത്താൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അത് മസ്കറ്റിലെ മത്രയാണ്. മത്രയുടെ വിശേഷങ്ങളാണ് ട്രാവൽ ഡെസേർട്ടിൽ ഇനി കാണുന്നത്. കടൽ തീരത്തെ കല്ലുവിരിച്ച പാതയും നങ്കൂരമിട്ട വലിയ ആഡംബര കപ്പലുകളും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സൂഖുമാണ് മത്രയിലേക്ക് സഞ്ചാരികളെ എല്ലാം ആകർഷിക്കുന്ന പ്രധാന കാഴ്ചകൾ. ഒമാനിലെത്തുന്നവർ മത്ര കാണാതെ പോകാറേയില്ല. ഒമാൻ ചൂടിൽ നിന്ന് തണുപ്പിലേക്ക് പതുക്കെ മാറുകയാണ്. വൈകുന്നേരങ്ങൾ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെ നിറയും. മസ്കത്തിൽ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്നത് എവിടെയെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേയുള്ളൂ, അത് മത്രയാണ്. കടൽ തീരത്ത് കല്ലുവിരിച്ച പാതയും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സൂക്കും സഞ്ചാരികളുടെ മനം നിറയ്ക്കും. മത്ര കോർണിഷ് ഓൾഡ് മത്ര സൂക്കിലെ ഒരു ചുഴിയാണ്. സൂക്കിലേക്കുള്ള ഒരു പ്രവേശന സ്ഥലം, സുന്ദരമായ വിനോദസഞ്ചാര കേന്ദ്രം. കടൽ പ്രക്ഷുബ്ധമാകുന്ന സമയത്ത് തിരമാലകൾ മുകളിലേക്ക് ഉയരാറുണ്ട്. മസ്കറ്റ് മുനിസിപ്പാലിറ്റി മത്രയിൽ കൂടുതൽ ടൂറിസം പ്രൊജക്റ്റുകൾ അവതരിപ്പിക്കുന്നുണ്ട്. കടലിന് മുകളിലൂടെയുള്ള കേബിൾ കാർ പദ്ധതിയാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒന്ന്. പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തി പകുതി പിന്നിട്ടിട്ടുണ്ട്. മത്ര സ്ക്വയർ പ്രൊജക്റ്റാണ് മറ്റൊന്ന്. കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന പക്ഷിയുടെ ആകൃതിയിലുള്ള പാലമാണ് ഇതിലുണ്ടാവുക. കേബിൾ കാർ പദ്ധതി പോലുള്ള നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ടുള്ള അത്തരം പദ്ധതികൾ കൂടെ മസ്കത്തിൽ മത്രയിൽ വരുന്നതോടുകൂടി കൂടുതൽ സഞ്ചാരികളും അതുപോലെ തന്നെ മത്ര കാണാനൊക്കെ വിദേശികളും ഒക്കെ ഭാവിയിൽ വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കോർണിഷ് കാഴ്ചകൾ കണ്ടു കഴിയുന്നവർ സൂക്കിലേക്ക് നടക്കും. അവിടെ പുകയുന്ന കുന്തിരിക്കം വിനോദസഞ്ചാരികളെ ആകർഷിക്കും. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള സൂക്കിന് കഥകളേറെ പറയാനുണ്ട്.
ഇവിടുന്നാണ് ഏകദേശം ഈ ഒമാനിൽ കാണുന്ന വലിയ ബിസിനസ്സുകാർ മൊത്തം പോയത്. ഇവിടെയായിരുന്നു അവരെല്ലാ കച്ചവടങ്ങളും. അപ്പോൾ കച്ചവട സാമ്രാജ്യമായിരുന്നു മത്ര. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള ഇംഗ്ലീഷുകാർ ഈ കടലിൽ വരും, അതുവഴി നേരെ മത്ര സൂക്കിലേക്ക് വരും. ഈ സൂക്കിൽ മൊത്തം കറങ്ങി കണ്ട് വൈകുന്നേരം അത് തിരിച്ചു പോകും. ആന്റിക് ഉൽപ്പന്നങ്ങളും സുഗന്ധദ്രവ്യങ്ങളും വസ്ത്രങ്ങളും ഒമാനി തൊപ്പിയും മറ്റും വാങ്ങിയും കാഴ്ചകൾ കണ്ടും ആളുകൾ സൂക്കിലൂടെ ഒഴുകുന്ന കാഴ്ച മനോഹരമാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തുന്ന വിനോദസഞ്ചാരികൾ, സ്വദേശികൾ, വിവിധ രാജ്യക്കാരായ താമസക്കാർ, അങ്ങനെ ഒരിടത്തേക്ക് വിവിധ ദേശക്കാർ ഒരേ സമയം സംഗമിക്കുന്ന അപൂർവ കാഴ്ച സൂക്കിൽ കാണാം. ഒമാനിൽ ആര് വിസിറ്റിന് വന്നാലും മത്ര സൂക്കും മത്ര കോർണേഷും സന്ദർശിക്കാത്ത ആളുകൾ ഉണ്ടാവില്ല. എല്ലാ ആളുകളും മത്രയിൽ വന്ന് മത്ര സൂക്കിൻ്റെ പുരാണ ആ മോഡലും ഒമാൻ്റെ പൈതൃകവും കാണാൻ വേണ്ടിയിട്ടാണ് മത്തല വീണൽ. വീണ്ടും വരാൻ തോന്നുന്ന എന്തോ ഒന്ന് മത്രയിലുണ്ട്. ഒമാന്റെ ചരിത്രം ഇഴചേർന്ന് നിൽക്കുന്നത് കൊണ്ടുകൂടിയാവണം അത്. സീസൺ സമയത്ത് ക്രൂയിസ് കപ്പലുകൾ നങ്കൂരമിടുമ്പോൾ കോർണിഷും സൂക്കിനും ഇതിനേക്കാൾ ഭംഗി കൂടും. മസ്കറ്റിലെ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തുന്ന സ്ഥലമാണ് മത്ര കോർണിഷും സൂക്കുമല്ല. കൂടുതൽ വികസന പദ്ധതികളുമായി മുനിസിപ്പാലിറ്റിയും രംഗത്തുണ്ട്. മത്ര കോർണിഷിൽ നിന്നും അലി കൂട്ടായി, മീഡിയ 1, മസ്കറ്റ്. പഠനത്തിൽ മികവ് പുലർത്തിയിട്ടും സാമ്പത്തികമായി പിന്നിൽ നിൽക്കുന്നതിനാൽ മെഡിക്കൽ വിദ്യാഭ്യാസം അകലെയെന്ന് കരുതിയ കുട്ടികൾക്ക് കൈത്താങ്ങുമായി ആസ്റ്റർ ഹെൽത്ത് കെയർ ചെയർമാൻ ഡോക്ടർ ആസാദ് മൂപ്പൻ. 5 MBBS വിദ്യാർത്ഥികളടക്കം 17 വിദ്യാർത്ഥികളാണ് ഡോക്ടർ മൂപ്പൻസ് ലെഗസി സ്കോളർഷിപ്പ് ആൻഡ് ഫെലോഷിപ്പിലൂടെ പഠനം ആരംഭിക്കുന്നത്. അർഹരായ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പുകൾ വയനാട് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ നടന്ന ചടങ്ങിൽ കൈമാറി. ഡോക്ടറാകാനും നഴ്സാകാനും ബിഫാം പഠിക്കാനുമുള്ള താല്പര്യത്തിൽ മുന്നോട്ടു പോയ വിദ്യാർത്ഥികൾ. അർഹതയുണ്ടായിട്ടും സാമ്പത്തിക ശേഷിയില്ലാത്തതിനാൽ ആഗ്രഹം ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് കരുതിയവർ. അവരെയാണ് ഡോക്ടർ ആസാദ് മൂപ്പനും ആസ്റ്റർ ഹെൽത്ത് കെയറും സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നത്. അർഹതയ്ക്കുള്ള അംഗീകാരമായി ഡോക്ടർ മൂപ്പൻസ് ലെഗസി സ്കോളർഷിപ്പ് ആൻഡ് ഫെലോഷിപ്പ് അവരുടെ കൈകളിലേക്കെത്തി. ആസ്റ്റർ ഹെൽത്ത് കെയർ ചെയർമാൻ ഡോക്ടർ ആസാദ് മൂപ്പൻ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തു. പദ്ധതിയുടെ ആദ്യ വർഷത്തിൽ 17 വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പുകൾ നൽകിയത്. ഇതിൽ 5 പേർ MBBS വിദ്യാർത്ഥികളാണ്. നീറ്റ് പരീക്ഷയിൽ റാങ്ക് നേടിയ വിദ്യാർത്ഥികളെ മെറിറ്റ് അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുത്തത്. 7 നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കും 5 ബിഫാം വിദ്യാർത്ഥികൾക്കും സ്കോളർഷിപ്പ് ലഭിച്ചു. മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു, പ്രൊഫസർ KK വർമ്മ, എക്സിക്യൂട്ടീവ് ട്രസ്റ്റി യു ബഷീർ, ഡയറക്ടർ ഡോക്ടർ സെബ മൂപ്പൻ തുടങ്ങിയ പ്രഗത്ഭരാണ് സ്കോളർഷിപ്പിന് അർഹരായവരെ കണ്ടെത്തിയത്. MBBS പഠിക്കുന്ന കുട്ടികൾക്ക് പ്യൂർലി ബേസ്ഡ് ഓൺ മെറിറ്റ്, റാങ്ക് മാത്രമാണ് നമ്മൾ അതിൻ്റെ കുട്ടികൾക്കുള്ള ഇത് കൊടുക്കുന്നത്. ബാക്കി BSc നഴ്സിംഗും ബിഫാമിനും ഉള്ള കുട്ടികൾക്ക് കുറച്ചും കൂടി സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട്. ഇപ്പം നമുക്കൊരു അപ്രിഹെൻഷൻ ഉണ്ടായിരുന്നു ഈ മെറിറ്റ് അല്ലാതെയുള്ള കുട്ടികൾക്ക് നമുക്ക് സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ വി ഹാഡ് ഗ്രാൻഡ് ജൂറി ഉണ്ടായിരുന്നു. ഗ്രാൻഡ് ജൂറി അതെല്ലാം നമ്മൾ നോക്കി അതിൻ്റെ ഒരു ക്രൈറ്റീരിയ ഒക്കെ ഫിക്സ് ചെയ്തു. അപ്പം നമുക്കൊരു തോന്നലുണ്ടായിരുന്നു നമ്മൾ ഈ സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് മാർക്കും കുറച്ച് കുറവാണോ എന്നുള്ളതുണ്ട്. ബട്ട് ടു അവർ സർപ്രൈസ് ഈ വരുന്ന ഈ സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് 90%, 95%, ഒരു കുട്ടിക്ക് 100% ഉണ്ടായിരുന്നു. ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ ഈ വിദ്യാർത്ഥികൾ സ്വപ്നത്തിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ്. മീഡിയ 1, വയനാട്. ദുബൈയിലെ പ്രമുഖ ഇൻഡസ്ട്രിയൽ ഇലക്ട്രിക്കൽ സപ്ലൈസസായ സാലിക് ജനറൽ സർവീസസ് സലാലയിൽ പ്രവർത്തനം ആരംഭിച്ചു. സനായിയയിലെ ഇസൂസു ഷോറൂമിന് സമീപമാണ് പുതിയ ഷോറൂം. സാലിക്കിന്റെ സലാല ഫ്രാഞ്ചൈസിയുടെ ഉദ്ഘാടനം ചേംബർ ഓഫ് കൊമേഴ്സ് മുണ്ടിജി ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ മുഹ്സിൻ സാലിം അൽ ഖസാനിയാണ് നിർവഹിച്ചത്. ചെയർമാൻ ഹമ്മാം മുഹമ്മദ് അൽ ഖസാനി, ജനറൽ മാനേജർ പ്രശാന്ത് നമ്പ്യാരും സംബന്ധിച്ചു. സലാല സനായിയയിൽ ഇസൂസു ഒക്കാലക്ക് പിൻഭാഗത്തായാണ് പുതിയ ഷോറൂം തുറന്നത്. ഇലക്ട്രിക് മേഖലയിലെ സ്പെഷ്യലൈസ്ഡ് ഷോറൂമാണിത്. കൺട്രോൾ പാനലുകൾ, മീറ്ററിംഗ് പാനലുകൾ, പാനൽ അക്സറീസ്, ന്യൂമാറ്റിക് ഐറ്റംസ്, ഹെവി എക്യുപ്മെന്റ് ഐറ്റംസ് തുടങ്ങിയവയുടെ വലിയ ശേഖരമാണ് സാലിക്കിലുള്ളതെന്ന് ജനറൽ മാനേജർ പ്രശാന്ത് നമ്പ്യാർ പറഞ്ഞു. ഞങ്ങൾ വന്നിട്ട് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ ഇലക്ട്രിക്കൽ ഐറ്റംസ് ആണ്. ഇൻഡസ്ട്രിയൽ ഇലക്ട്രിക്കൽ ഐറ്റംസിലുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങളിലുണ്ട്. എർത്തിങ് ഐറ്റംസ്, അതേപോലെ ട്രങ്കിങ്, കൺട്രോൾ പാനൽസ്, ട്രിങ് പാനൽസ്, കേബിൾസ്, ഓൾ ടൈപ്പ് ഓഫ് കേബിൾസ്, ആർമേഡ് കേബിൾ, കൺട്രോൾ കേബിൾ, റബ്ബർ കേബിൾ, എല്ലാവിധ കേബിളുകളും ഞങ്ങളിലുണ്ട്.
സൈറണുകൾ 10 കിലോമീറ്റർ വരെയുള്ള എല്ലാ സൈറണും ഞങ്ങളുടെ കയ്യിൽ കിട്ടും. എൻക്ലോസേഴ്സ്, GRP എൻക്ലോസേഴ്സ്, മെറ്റൽ എൻക്ലോസേഴ്സ്, ഈച്ച് ആൻഡ് എവറി പാനൽ ഡിവൈസസ്, പാനൽ ആക്സസറീസ് എല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ടാവും. സ്പെഷ്യലൈസ്ഡ് സാധനങ്ങൾ ആവശ്യക്കാർക്ക് ഉടനടി ലഭ്യമാക്കുമെന്ന് ചെയർമാനും കൂട്ടിച്ചേർത്തു. ذلك هو محل رائد في تمديدات وتوصيل الكهرباء. أي قطع يحتاجها أي مورد أو مصدر نحن نوفرها بإذن الواحد الأحد. ഡോക്ടർ കെ സനാതനൻ, രാകേഷ് കുമാർ ജാ തുടങ്ങി വിവിധ സംഘടനാ നേതാക്കളും പ്രത്യേക ക്ഷണിതാക്കളും ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. മീഡിയ 1 സലാല. മെൻസ് ഫാഷൻ രംഗത്തെ പുതിയ സംരംഭമായ ലൈഫ് നെവർ എൻഡ്സിന്റെ ആദ്യ ഷോറൂം UAE പ്രവർത്തനം ആരംഭിച്ചു. ഷാർജയിലെ ബുവൈല ലുലു മാളിലാണ് ലൈഫ് ആദ്യ ഷോറൂം തുറന്നത്. ആൺകുട്ടികൾക്കും യുവാക്കൾക്കും എന്ന പോലെ മുതിർന്ന പുരുഷന്മാർക്കും ഏറ്റവും ആകർഷകമായ ഫാഷൻ വസ്ത്രങ്ങളെന്ന ആശയവുമായാണ് ലൈഫ് നെവർ എൻഡ്സ് ആദ്യ ഷോറൂമിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഗോൾഡ് സിറ്റി ചെയർമാൻ ഇബ്രാഹിം, വൈറ്റ് ലൈൻ സ്ഥാപകൻ ഇസ്ഹാഖ് ഇബ്രാഹിം, CEO റഹൂഫ്, നവാസ്, ജൻഷീർ ഉന്മർ, ഷെർജിൽ അഹമ്മദ്, KMC റഫീഖ് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും ഇതിൽ ഏറ്റവും കൂടുതൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫാഷൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. പ്രധാനമായിട്ടും വൈറ്റ് ലൈനിൽ അത്രത്തോളം എന്താ പറയുക ഹ്യൂജ് ആയിട്ടുള്ള വിവിധ തരം വൈവിധ്യമായിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ് ലൈഫിൽ വൈറ്റ് ലൈനിന് 90% നമ്മൾ ഉൾപ്പെടുത്താനുള്ള പ്രധാനപ്പെട്ട റീസൺ തന്നെ. കാരണം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതും മുതിർന്നവർക്ക്, പുരുഷന്മാർക്കും ആൺകുട്ടികൾക്കും വേണ്ടിയിട്ടുള്ളത് ടീഷർട്ട് ആയിക്കോട്ടെ, പാൻറ്, ജീൻസ്, ഹുഡീസ്, ഷർട്ടുകൾ എല്ലാം ട്രെൻഡിങ് ആയിട്ടുള്ള പുതിയ കാലാവസ്ഥക്കനുസരിച്ച് ധരിക്കാൻ പറ്റുന്ന ആണുള്ളത്. ഇത് നമ്മുടെ ആദ്യത്തേത്. കാരണം നമ്മുടെ ഒരു വിഷൻ തന്നെ, നമ്മുടെ ഏറ്റവും വലിയ ഒരു ലൈഫ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വിഷൻ എന്ന് വെച്ചാൽ ഓൾ ഓവർ GCCയിൽ ഒരു 100 ലൈഫിൻ്റെ സ്റ്റോറുകൾ ഇടുക എന്നുള്ളതാണ്. പ്രമുഖ ബ്രാൻഡായ വൈറ്റ് ലൈനിൻ്റെ ക്ലോത്തിങ് കളക്ഷനുകളായിരിക്കും ലൈഫ് നെവർ എൻഡ്സിൻ്റെ പ്രത്യേകത. 90% കളക്ഷനുകളും വൈറ്റ് ലൈനിൻ്റേതായിരിക്കും. വിവിധ നഗരങ്ങളിലായി 100-ലധികം ഷോറൂമുകൾ തുറക്കാനാണ് ലൈഫ് നെവർ എൻഡ്സ് ലക്ഷ്യമിടുന്നത്. മീഡിയ 1 ഷാർജ. ഗൾഫ് മാധ്യമം സർക്കുലേഷൻ ക്യാമ്പയിന് ബഹ്റൈനിലും തുടക്കമായി. ഇന്ത്യൻ ക്ലബ് പ്രസിഡന്റ് ജോസഫ് ജോയ് ഉദ്ഘാടനം ചെയ്തു. ഗൾഫ് മാധ്യമം എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചെയർമാൻ ജമാൽ ഇരിങ്ങൽ, ക്യാമ്പയിൻ കൺവീനർ ജാബിർ കെ, ബ്യൂറോ ചീഫ് ഫായിസ് അബൂബക്കർ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു.